പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കാനും ലഭിച്ച അവസരം ജീവിതത്തിലെ സൗഭാഗ്യ സമയങ്ങളായി കണക്കാക്കുകയാണ്. ഇപ്പം 2 റേഞ്ചാണ് ഇന്ന്. ഒന്ന് യുവജനങ്ങൾ, അത് അത്യാവശ്യം പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കുണ്ട്. പക്ഷെ അടുത്തത് ഫാമിലിയാണ്. അപ്പോൾ അത് പറയാനുള്ളൊരു തലത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. അത് പറയാൻ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറുപ്പക്കാരോടൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. അപ്പം നിങ്ങളോട് അങ്ങനെ ടോക്ക് ചെയ്ത് സംസാരിച്ചിട്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. സാധാരണ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ വലിയ പോർഷൻസ് ഉണ്ടെങ്കിലും ഒറ്റ വാക്യേ വായിക്കത്തുള്ളൂ. കാരണം ഞാൻ ചിന്തിക്കുന്നത് ലാഗാവുമെന്നാണ്. പക്ഷേ ലാഗാകില്ലെന്ന് മനസ്സിലായത് പോൾ ഗോപാലകൃഷ്ണൻ ഭാഷ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പം തോന്നി എല്ലാവരും കൂടെ വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വചനം പതിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോർഷൻസ് മൊത്തം ഇന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ബൈബിൾ വേദഭാഗം ഒന്നെടുക്കാം. ഗലാത്യ ലേഖനം, ഞാൻ ഒരിക്കലും ഗലാത്യ ലേഖനം സംസാരിച്ചാണ് ഇവിടെ തുടക്കത്തിൽ. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ചില ദൂതുകൾ കർത്താവിനെ ഏൽപ്പിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അതിലുപരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്ക് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വളരെ കാലികമായ പ്രസക്തമായൊരു വിഷയമാണ്. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് വെപ്പിക്കുന്നൊരു പരിപാടി മാത്രമല്ല. എത്ര പരാജയപ്പെട്ടെന്ന് പറഞ്ഞാലും ആ പരാജയത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഈ മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മോശ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പുള്ളിയുടെ നെഗറ്റീവ് കുറേ അങ്ങ് പറയാം. ഒരിക്കലും ഒരു കൊച്ചു ജനിക്കാൻ പാടില്ലാത്ത കാലത്താണ് ജനിച്ചത്. കാര്യം അന്ന് ഒരു ഇസ്രായേലി ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നൈൽ നദിയിലേക്ക് ഇട്ട് കളയും. ആ ഒരു കാലത്താണ് ജനിച്ചത്. 2, നല്ല പ്രായത്തിൽ കൊലപാതക കേസിലെ പ്രതിയായ പുള്ളിയാണ്. നല്ല പ്രായത്തിൽ. അത് മാത്രമല്ല, നേരെ സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ മരുഭൂമിയിലേക്ക് ഓടേണ്ടി വന്ന മനുഷ്യനാണ്. പിന്നെ കല്യാണം കഴിച്ചത് ഒത്തില്ല. കാര്യം കല്യാണം കഴിച്ച ഒരു കൂശ സ്ത്രീയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഷ പറയാം. ഈ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യം പറയുന്നത് കൂശൻ്റെ കറുപ്പം. അപ്പം നല്ല ഇസ്രായേലി ചെറുക്കനായിരുന്നു, പക്ഷെ കല്യാണവും അത്ര അങ്ങോട്ട് ഒത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്തും പെണ്ണ് വീട്ടിൽ നിൽക്കാൻ ആളിനെ കിട്ടത്തില്ല. പക്ഷേ ഈ പുള്ളി അമ്മായിയപ്പൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലെല്ലാം കിടന്ന് കറങ്ങേണ്ടി വന്നു. അങ്ങനെ പിന്നെ പുള്ളിയുടെ വൈകല്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിക്കനുമാണ്. വിക്കെന്ന് പറഞ്ഞാൽ ബബ്ബന്ന് അടിച്ചാലും എന്തിനൊക്കെ പുറത്തു വരും. പക്ഷേ വിക്കിൻ്റെ കൂടെ നാവും കൂടെ തടിച്ചാന്നേലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വീക്ക്നെസ് പറയാനാണെങ്കിൽ ഇത്രയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുള്ളി ആരായി? ഈ 6 ലക്ഷം പുരുഷന്മാർ, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഇന്നത്തെ എൻ്റെ കൂട്ടെ 1ഉം 2ഉം അല്ലല്ലോ പിള്ളേർ, ഈ നെല്ലിക്കച്ചാക്ക തുറന്നു വിടുന്ന പോലെയാണ്. അതുപോലെ പിള്ളേർ, പിന്നെ ഒരു വീട്ടിൽ 4-5 എണ്ണം, പിന്നെ അതിൻ്റെ ആടുമാടുകൾ സമ്പത്ത് 10-30 ലക്ഷം എണ്ണത്തെ മേയിക്കാൻ പറ്റിയ രീതിയിൽ ദൈവം ഇവരെ മാറ്റിയെങ്കിൽ, ലോകത്തിലേക്ക് ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ കൊന്നവനാണ്. പക്ഷെ ആ മനുഷ്യനെ ലോകത്തിലേക്ക് ഏറ്റവും സൗമ്യനായ മനുഷ്യനാക്കി കർത്താവ് മാറ്റിയെങ്കിൽ,
കർത്താവിനെ അഭിമുഖമായി നിന്ന് സംസാരിക്കാൻ അവന് അവസരം കിട്ടിയെങ്കിൽ എത്ര പരാജയത്തിൽപ്പെട്ടവനെയും പൊക്കിയെടുക്കാൻ ദൈവത്തിന് പറ്റും. ഈ ദാവീദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദാവീദിനെ പ്രത്യേക ദാവീദിനെ പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും, അപ്പനും വേണ്ട അമ്മയ്ക്കും വേണ്ട ആർക്കും വേണ്ട. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാണ്. റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇന്ന് രക്ഷപ്പെടുവോ? വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റുമോ? വിദ്യാഭ്യാസം വേണം, കാശ് വേണം, കുടുംബമഹിമ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ വല്ല രീതിയിലും. ഇപ്പം ഞങ്ങളിന്ന് രാവിലെ പറഞ്ഞു, ഈ പ്രസംഗത്തിൻ്റെ വേദി കിട്ടണമെങ്കിൽ പോലും സ്വാധീനം വേണമെന്നാണ്. ആ സമയത്ത് സെക്കുലർ മേഖലയിലെ കാര്യം പറയണോ? പക്ഷെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ഒരു മനുഷ്യനും വേണ്ടാതെ കാട്ടിക്കിടന്ന ഇവനെ പൊക്കിയെടുത്ത് സിംഹാസനത്തിൽ വെക്കാൻ ദൈവത്തിന് കരുത്തുണ്ടെങ്കിൽ ആരെയും പൊക്കാൻ കർത്താവിന് പറ്റും. ഇപ്പം പുതിയ നിയമത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഈ പത്രോസ്. പത്രോസിനെ എനിക്ക് വലിയ ഇഷ്ടമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? പൗലോസുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ പത്രോസുമായിട്ട് അത്യാവശ്യം നമ്മളെല്ലാം കമ്പയർ ചെയ്യാം. കർത്താവ് വിളിച്ച സമയത്ത് ചാടി അങ്ങ് ഇറങ്ങി. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്കെന്തോ കിട്ടും. പിന്നെ കർത്താവിൻ്റെ കൂടെ നടന്നപ്പം പറഞ്ഞു, വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ചാവും. പക്ഷെ പുള്ളിയാണ് ആദ്യം ഓടിയത്. ഈ പത്രോസിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു. കർത്താവ് സമുദ്രത്തിൽ നടക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഞാനും വരട്ടെ. കർത്താവ് പറഞ്ഞു, ചാടിക്കോ. ചാടി. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ താണ്ട് മുങ്ങുകയാണ്. ഇപ്പം നമ്മളില്ല സ്കൂളിൽ ഗ്രാഫ് വരയ്ക്കുമല്ല, അതുപോലായിരുന്നു പത്രോസ്. ചിലപ്പം എവറസ്റ്റ് വരെ പോവും. പിന്നെ നേരെ അടുത്ത ദിവസം എന്താണ് പൊതോന്ന് പറഞ്ഞ് താഴെ. അപ്പം ഈ പരുവത്തിൽ പൊക്കോണ്ടിരുന്ന ആളാണ് ആര്? പത്രോസ്. പക്ഷെ അങ്ങനെ ഒരു പത്രോസിനെയും കൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം രക്ഷിക്കപ്പെട്ടെങ്കിൽ, ആ പത്രോസിന്റെ നിഴല് തട്ടപ്പെട്ട രോഗികൾ സൗഖ്യമായെങ്കിൽ, ആ പത്രോസ് തൻ്റെ ഇടത്തോടെ അങ്ങേക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് നാവ് കൊണ്ട് പറയിച്ചെങ്കിൽ എത്ര തകർന്നവനെയും പൊക്കിയെടുക്കാൻ കർത്താവിന് പറ്റും. ഇത് ബൈബിൾ ക്യാരക്ടേഴ്സിന് തന്നെ അനുഭവമല്ല, എൻ്റെ അനുഭവമാണ്. ഇപ്പം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സാഹചര്യമാണ്. അപ്പം എനിക്ക് നല്ല ഈഗോ പ്രശ്നമുള്ള ആളായിരുന്നു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല കാശുണ്ട്, പക്ഷേ എനിക്ക് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സമയം, അതുകൊണ്ട് ഞാൻ ബന്ധുക്കളുടെ വീട്ടിലൊന്നും പോകത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഈഗോ പ്രശ്നമുണ്ട്. ഈ നേരം മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല. അപ്പോൾ ആൾക്കാർ പറയും, ഇവൻ എന്തോ കള്ളലക്ഷണമുണ്ട്. കാര്യം ഇവൻ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല. ആ പരുവാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത്, ഞാനില്ലെങ്കിൽ കർത്താവിന് എന്തോ പറ്റുമെന്നാണ്. അപ്പം അങ്ങനെ ഞാനും ലോകത്തിന് പുറകിലൊക്കെ പോവാണ്. കാരണം എവിടെയെങ്കിലും ഒരു അംഗീകാരം കിട്ടണം, അങ്ങനെ അങ്ങ് പോകുന്നൊരു കാര്യം. അപ്പം അതുപോലെ എന്നെ തൊട്ടത് ഒരു യൂത്ത് മീറ്റിങ്ങിനാണ്. അപ്പോൾ ഈ യൂത്ത് മീറ്റിങ്ങിൽ എന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചോണ്ട് വാടാ പാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പം ഞാൻ വന്ന് ഈ പുറയിലിരിക്കുകയാണ്. അപ്പം പക്ഷേ എൻ്റെ ബിസിനസ് ഞാൻ പറയാം. ഞങ്ങൾക്ക് ഈ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ഫയൽ കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ അതിൻ്റെ പുറയിൽ ഈ പരസ്യം അടിച്ചിട്ടുണ്ട്. ആ പരസ്യം ഞങ്ങളുടെ കേരള തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു പരസ്യമാണ്. അപ്പോൾ അവിടുത്തെ ഡയറക്ടറെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പുള്ളിക്ക് ഒറ്റ പ്രശ്നമുണ്ട്, പുള്ളിക്ക് മീശയില്ല, താടിയില്ല. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് നന്നായിട്ട് മീശയും താടിയും വരച്ചു കൊടുക്കുന്ന പണിയാണ്. അപ്പം ഞാൻ പുറകെ ഇരുന്ന് ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞൊരു ദൈവശബ്ദം എൻ്റെ ഹൃദയത്തിലേക്ക് നെഞ്ചിന് നേരെ അങ്ങ് കയറി. മെസ്സേജ് ഇതായിരുന്നു, മോനെ, ഒരു യൂതയ്ക്ക് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു യൂതയുടെ കയ്യിൽ തൂലിയെ കൊടുത്ത് എഴുതിപ്പിക്കാൻ കർത്താവിന് പറ്റും. ഒരു ശീമോൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു ശീമോനെ വയലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് കർത്താവ് ക്രൂശ് ചുമപ്പിക്കും. ഒരു ശൗലിന് കർത്താവിനെ വേണ്ടെങ്കിൽ അതിലും കരുത്തനായ ഒരു ശൗലിനെ പുതിയ നിയമത്തിൽ എഴുന്നേൽപ്പിച്ചിട്ട് സുവിശേഷം പ്രസംഗിപ്പിക്കാൻ കർത്താവിന് പറ്റും. പക്ഷെ നഷ്ടമാകുന്നത് നിനക്കായിരിക്കും കുഞ്ഞേ. ഈ ദൂതൻ്റെ നെഞ്ചിലോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറയാം, പൊട്ടിക്കരയാണ്. എനിക്ക് മനസ്സിലായി എനിക്കുള്ള ദൂത് തന്നെയാണ്. എൻ്റെ മുഖത്തോക്കി പറഞ്ഞൊന്നുമല്ല, പാഷ പ്രസംഗിച്ച, പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്കാണ്. ഞാൻ നോക്കിയപ്പോൾ കരയാനാ തോന്നിയേ. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എന്നെ കൊണ്ടുവന്ന പുള്ളികളെല്ലാം അടുത്തിരിപ്പുണ്ട്. അപ്പോൾ എനിക്കന്ന് ഒരു 10-20 വയസ്സ് പ്രായമുള്ളൂ. ഞാനിരുന്ന് കരയുന്ന ഗതികേട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പം ഞാൻ ചിന്തിച്ച് ഈ കരഞ്ഞു പോയാൽ ഇവന്മാരൊന്നും എന്നെ വിടത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് പിടിച്ചിരുന്ന് നോക്കി. മിനിറ്റുകൾ ഇങ്ങനെ പോവാം, 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വരെ മാക്സിമം ഒക്കെ നിന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങേ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ക്യാമ്പിൽ വെച്ച് ഞാൻ അഭിഷേകവും പ്രാപിച്ചു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കർത്താവിന് ആരെയും മാറ്റാൻ കഴിയും. അപ്പം അന്ന് മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഞാൻ ഇപ്പം എല്ലാവരും പറയും, നീ സംസാരം നിർത്താമോ എന്നാണ് ചോദിക്കുന്നത്. കാര്യം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ കർത്താവിന് ആരെയും മാറ്റാൻ കഴിയും. അപ്പം നമ്മുടെയൊക്കെ ഈ ഇങ്ങനൊരു മീറ്റിംഗ് ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയാം. അതും കൂടെ പറയാം. ഇതിനകത്ത് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. ഒരു കർത്താവുമായൊരു എൻകൗണ്ടർ ഉണ്ടാകണം.
അങ്ങനെ കർത്താവ് ചെയ്യുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവ് എന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. അപ്പം നമ്മൾ ഈ ഓരോ വാക്യങ്ങൾ വെച്ചൊന്ന് ചിന്തിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാൻ നിർത്തും, പാസ്റ്റർ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളും. അപ്പം നമുക്ക് എങ്ങനെയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുക? ലളിതമായ ഉത്തരാണ് 16-ാം വാക്യം. നോക്കിയേ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്ന പോലെ കേൾക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു ഭാഷ ഞാൻ പറയാം. പൗലോസ് പറഞ്ഞത് ഇച്ചിരി കഠിനമായ ഭാഷയാണ്. പൗലോസ് വേറൊരിടത്ത് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാനേ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യുക? എന്നെ തന്നെ അടിമയാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങളുടെ അമ്മ പറയുന്നതെല്ലാം കേൾക്കും എന്നുള്ളവരൊന്ന് കൈവക്കി. എൻ്റെ അമ്മ പറയുന്നതെല്ലാം കേൾക്കാം. എത്ര പേര് കള്ളം പറയുന്നറിയാനാ? ചുമ്മാതാ അവിടെ കൈവക്കി. അമ്മ പറയുന്നതെല്ലാം കേൾക്കുമോ? കേൾക്കേണ്ടത് കേൾക്കും. ഞാൻ കേൾക്കത്തില്ല, ഉള്ള കാര്യം പറയാം. എല്ലാം ഒന്നും കേൾക്കത്തില്ല. പിന്നെ നമ്മുടെ പാസ്റ്റർ, എബി പാസ്റ്റർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ പാസ്റ്റർ പറയുന്നത് എല്ലാം ഞാൻ കേൾക്കും എന്ന് പറയുന്നവരുന്ന് കൈവക്കി. നല്ല വിശ്വാസികൾ. കറക്റ്റാ. കാര്യം എന്താണെന്നറിയോ? ഇപ്പം കേൾക്കേണ്ടത് കേൾക്കും, സഭാപരമായ കാര്യമൊക്കെ കേൾക്കും. പക്ഷെ കുടുംബത്തിലെ കാര്യമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഭാഷ അതവിടെ ഇരിക്കട്ടെ, അത് ഞങ്ങളുടെ കാര്യം എന്ന് പറയും. ഇപ്പം നമ്മൾ അധ്യാപകരൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ സാർമാർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുമോ? അധ്യാപകർ പറഞ്ഞെല്ലാം കേൾക്കുമോ? പറഞ്ഞെന്നേ യുവജന മീറ്റിംഗ് കൊണ്ടല്ലേ. അപ്പം അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചയിൽ 25 വയസ്സേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ടീച്ചേഴ്സ് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുമോ? കേൾക്കത്തില്ല. അപ്പം അധ്യാപകൻ സ്റ്റുഡൻറ് ബന്ധം വേറെയാണ്, അപ്പൻ അമ്മ ബന്ധം വേറെയാണ്, അപ്പം മക്കൾ ബന്ധം വേറെയാണ്. ഇതൊക്കെ നമുക്ക് അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷെ അതേ സമയത്ത് ഒരടിമയാണേലോ, പറഞ്ഞേ, കേട്ടേ പറ്റൂ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം കാണില്ല. പക്ഷെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലേലും ഒരു അടിമ എന്നുള്ള രീതിയിൽ യജമാനൻ പറയുന്നത് എല്ലാം കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പൗലോസ് അതുകൊണ്ട് തന്റെ അനുഭവത്തിലൂടെ പറയുന്നുണ്ട്. പൗലോസിന് ഭയങ്കര ആഗ്രഹമാണ് ആശയെ പോകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ബിദുന്യയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ബിദുന്യയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആത്മാവ് പറഞ്ഞു വേണ്ട. അപ്പോൾ പുള്ളി എന്തോ ചെയ്തു? അപ്പോൾ ചോദ്യം, ആത്മാവ് പറയുന്നത് കേൾക്കാതെ പോകാൻ പറ്റുമോ? പറഞ്ഞു ശരിയോ, യെസ് ഓർ നോ? അതിനെന്താ പ്രശ്നം? ചുമ്മാ പോകാമെന്നേ, സുഖമായിട്ട് പോകാം. അതുകൊണ്ടല്ല യോന ഒരു പോക്ക് പോയേ അല്ല പോവാം. അപ്പോൾ അതാ പറഞ്ഞ് ഈ പെർഫെക്റ്റ് വില്ലെന്ന് പറയുന്നത്. പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് പറയുന്നത് എല്ലാം കേൾക്കണമെന്നില്ല. പക്ഷെ പൗലോസ് പറയുന്നു രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആത്മാവ് എന്തു പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേലും ഇഷ്ടമില്ലേലും ആത്മാവ് പറയുന്നതാണെങ്കിൽ ഒരു അടിമയെ പോലെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ രക്ഷപ്പെടും. സ്തോത്രം. ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ്, ഇങ്ങോട്ട് വരുന്നതിന് 2 മാസം മുമ്പ് നമ്മുടെ ഒരു കൊച്ചൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ അവൻ വിനയ് പാഷക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അപ്പം അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കുരിശൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി അച്ഛാ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതല്ല വിഷയം, അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് വെച്ചു. അപ്പം ഞാനപ്പോൾ ഇവൻ്റെ ഒരു പഴയ കാര്യം ഞാൻ ഓർത്തുപോയി. പഴയ കാര്യം. അപ്പം ഇവന് ഈ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഈ കല്യാണം എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഉടനെ ഇവൻ എന്നോടാണ് വിളിച്ച് പറഞ്ഞു, എല്ലാം പറയും. എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ അത് ശരിയാവൂടാ കൂട്ടാ? ഉടനെ പറയാ, അച്ഛാ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, അച്ഛാ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇത് കുരിശാവരുത്. അപ്പോൾ ആ വാക്കവൻ ഇപ്പം പറഞ്ഞു, ഈ കുരിശൊന്ന് ഒഴിഞ്ഞ് പോവോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും മറക്കില്ല. വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അപ്പം ഞാനിവനെ ഉപദേശിക്കാൻ വേണ്ടി ചെന്നതാ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഇവൻ്റെ കൊച്ചു ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. എടുത്തുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അറിയാവോ, ഈ ബൈബിൾ ഞാൻ വായിച്ചു തുടങ്ങിയത് അവളുണ്ടായത് കൊണ്ടാണ്. കാര്യം ഈ ബൈബിൾ എനിക്ക് അവളാണ് മേടിച്ചു തന്നത്. ഞാൻ ബൈബിൾ വായിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ എന്നും ബൈബിൾ വായിക്കണം. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ തുറക്കുമ്പോഴേ ഓർമ്മ വരുന്നത് ആ കൊച്ചിൻ്റെ മുഖം അച്ഛാ. പിന്നെ ഞാൻ എങ്ങനെ അച്ഛാ കല്യാണം കഴിക്കാതിരിക്കുന്നേ? പക്ഷേ അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും കളിപ്പിച്ച് പുള്ളി കെട്ടി. ഇപ്പോൾ പറയുകയാണ്, ഈ കുരിശൊന്ന് മാറി തരുമോ? അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ. അല്ലാതെ പലതും നമ്മുടെ ഹിതമെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ദൈവഹിതമായിരിക്കില്ല. ഞാനൊരു കാര്യം പറയാം, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഈ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വലിയ സെന്റൻസ് ഉണ്ട്, എന്നറിയാമോ? നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഉറക്കത്തെ കാണുന്നതായിരിക്കരുത്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പെന്തക്കോസ്തുകാരായ യുവജനങ്ങളോട് പറയാം, സ്വന്തമായി സ്വപ്നങ്ങളൊന്നും നെയ്യരുത്.
സ്വന്തമായി സ്വപ്നങ്ങളൊന്നും കാണരുത്. നമ്മളിങ്ങനെ സ്വപ്ന കൊട്ടാരം കെട്ടി 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 പൊക്കും, പക്ഷെ തമ്പുരാൻ ഒറ്റ അടിച്ച് താഴെയിടും. കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? കർത്താവിൻ്റെ ഡ്രീമിനനുസരിച്ച് നമ്മൾ പോയാൽ മതി. ലോകത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കണ്ട, ദൈവ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ മതി. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം നിർത്തുകയാണ്. അപ്പം 16-ാം വാക്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഒരു നല്ല വഴി. ഇനി 17-ാം വാക്യം, ജഡാഭിലാഷം. വായിച്ചോ, എല്ലാവരും കൂടെ ചേർന്ന് വായിക്കാമോ? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് അപ്പം ഇവിടെ പറയാണ്, ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റ് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ജഡവും ആത്മാവും തമ്മിൽ. എങ്ങനെയാ ഫൈറ്റ് എന്നറിയാമോ? ഇപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളൊരു മനുഷ്യ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്, അല്ലേ? ആണ്. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇപ്പം 8 വയസ്സുണ്ട്, പക്ഷെ 3 വയസ്സ് തൊട്ടേ അവൾ നല്ല കള്ളം പറയും, നല്ല കള്ളം. പക്ഷെ ഞാൻ അവളെ കള്ളം പറയാനൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, എൻ്റെ ഭാര്യയും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെന്നെ പഠിപ്പിക്കും പിള്ളേരെ കള്ളം പറയാൻ. പക്ഷെ അത്യാവശ്യം കള്ളമൊക്കെ പറയത്തില്ലേ, 3 വയസ്സൊക്കെ ആകുമ്പോൾ പറയും. ഇപ്പം എൻ്റെ പെങ്ങളുടെ കുഞ്ഞിന് 2 വയസ്സേ ഉള്ളൂ, പക്ഷേ 2 വയസ്സായിട്ടില്ലെന്നേ, 1.5 വയസ്സേ ഉള്ളൂ. അവൾ കാണിക്കുന്ന പരിപാടി കാണണം, നല്ല കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അവിടെ കൊച്ചാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം കള്ളത്തരവും കള്ളപ്പരിപാടികളൊക്കെ ഈ പിള്ളേരുടെ കയ്യിലൊക്കെ ഉണ്ട്. അതെങ്ങനെ വന്നേ? അത് വന്നത് ഞാനതിൻ്റെ അപ്പനായതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, അത് മനുഷ്യക്കുഞ്ഞായി ജനിച്ചതുകൊണ്ടാണ്. അപ്പം മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, ഒരു പാപ സ്വഭാവം ഉണ്ട്. അപ്പം എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം പിന്നെ ആത്മാവിൻ്റെ നിയന്ത്രണമാണ്. അപ്പോൾ ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, എന്തായാലും ജഡം പരിപൂർണമായിട്ട് മരിക്കത്തൊന്നും ഇല്ല. ജഡമനുഷ്യൻ അതിനകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷേ അന്ന് തൊട്ട് ഈ ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങും. എങ്ങനെ? ജഡവും ആത്മാവും തമ്മിലുള്ള ഫൈറ്റ്. അത് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ചിലപ്പോൾ തീരുമാനം എടുക്കത്തില്ലേ, ഈ വർഷം ബൈബിൾ മൊത്തം വായിച്ച് തീർക്കും. തീരുമാനം എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആദ്യത്തെ ദിവസം 5 അധ്യായം വായിക്കും. രണ്ടാമത്തെ ദിവസം പറയും, ഇന്ന് സമയം ഇച്ചിരി കുറവാണ്, 5 വായിക്കണ്ട, 3 വായിച്ചാൽ മതി കുഞ്ഞേ. അപ്പോൾ 5 എന്നുള്ളത് 2 ഷോർട്ട്, 3 അടുത്ത ദിവസം പറയും 3 വായിച്ച് 2 കുറച്ചുകൊണ്ട് എന്ത് പറ്റി, ഇന്ന് ഒന്നുകൂടെ കുറയ്ക്ക്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ വായന പരിപാടിയൊക്കെ അങ്ങ് തീരും. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞങ്ങളൊരു തീരുമാനം എടുത്തു, രാവിലെ 3 മണിക്ക് എഴുന്നിട്ട് എന്നും പ്രാർത്ഥിക്കും. നല്ല കാര്യം, വായന ഉണർവായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞപ്പം അകത്ത് പറയാൻ തുടങ്ങി, ഇന്നലെ രാത്രി 12 മണിക്കാണ് കുഞ്ഞാൻ വന്ന് കിടന്നേ, നല്ല ക്ഷീണമുണ്ട്, അപ്പം നീ ഇപ്പോൾ എഴുന്നേക്കണ്ട, 3 എന്നുള്ളതൊരു 5 ആയിക്കോട്ടെ. പക്ഷേ സംഭവം 10 ദിവസം കഴിയുമ്പോഴത്തേന് 5 പോവും 6 പോവും. മനസ്സിലായല്ലോ? ഇതെല്ലാവർക്കും ഉള്ള കാര്യമല്ലേ? ആന്ന്. ഈ തമ്മിലുള്ള ഫൈറ്റ് ഭയങ്കര ശക്തമാണ്, ജഡവും ആത്മാവും തമ്മിലുള്ള കാര്യം. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങളെ പാപിയാന്ന് ചിത്രീകരിക്കുകയല്ല. പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കുന്ന കാര്യമല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? അങ്ങനെ പൗലോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിലും ഈ ഫൈറ്റ് ഉണ്ട്. ഈ സാധു കൊച്ചുപദേശത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം കേട്ടു. പുള്ളി മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടന്നപ്പോൾ ഒരു തോമാച്ചനായ പുള്ളിയെ കാണാൻ ചെന്നു, പുള്ളി കൂട്ടുകാരനാണ്. അപ്പം മരിക്കാൻ അധിക ദിവസങ്ങളില്ല, അവസാന സമയങ്ങളാണ്. അപ്പം അതിന് തൊട്ട് മുമ്പ് ഈ തോമാച്ചൻ കാണാൻ ചെന്നപ്പം തോമാച്ചനെ കണ്ടുകൊണ്ട് പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, തോമാച്ചാ, എൻ്റെ ജഡ ഇതുവരെയും ചത്തിട്ടില്ല. മനസ്സിലായോ? ഒരു ഭക്തനായ മനുഷ്യനാണ്, പക്ഷേ മരണത്തിന് തൊട്ട് മുമ്പ് പോലും പറയാണ്, എൻ്റെ ജഡ ഇതുവരെയും ചത്തിട്ടില്ല. അപ്പോൾ ഈ ജഡത്തിൻ്റെ പോരാട്ടം എവിടം വരെ കാണും? മരിച്ചിട്ട് 10 സെക്കൻഡ് കൂടെ കാണും. അതുവരെ ഈ ഫൈറ്റ് ഇങ്ങനെ പൊക്കൊണ്ട് ഇരിക്കും. പക്ഷെ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ഫൈറ്റിൽ നമ്മൾ ജയിക്കണം. ഈ ശത്രുവിനോടുള്ള പോരാട്ടം എന്ന് പറയുന്നത് മിസൈൽ വെച്ചുള്ള അടിയല്ല, ഈ പോരാട്ടമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു. ഈ പോര് നല്ലയാന്ന് പറഞ്ഞ ഒറ്റൊരാളേ ഉള്ളൂ. നമ്മൾ ഈ ഉപവാസപ്രാർത്ഥനയ്ക്കെല്ലാം പോര് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഭാഷയിലല്ലേ? പൗലോസ് പറഞ്ഞു, ഞാൻ പൊരുതിയ പോരെങ്ങനെയുള്ള പോരാ? നല്ല പോരാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ പാപം ചെയ്യാനുള്ള വാസന ജീവിതത്തിനകത്ത് വരുന്നതോ പ്രലോഭനം ജീവിതത്തിനകത്ത് വരുന്നതോ തെറ്റല്ല. പക്ഷെ പ്രലോഭനം ജീവിതത്തിൽ വരുമ്പം പ്രലോഭനത്തിനകത്ത് കീഴടങ്ങാതെ ആത്മാവിനാൽ ജഡത്തെ ജയിക്കാൻ കഴിയുന്നതാണ് വിജയം. മനസ്സിലായവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാനതിന് 1-2 ഉദാഹരണം പറയാം. ഇപ്പം ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോ ഇവരുടെ ജീവിത ചരിത്രം നിങ്ങൾക്കറിയാം.
ബാബേലിൽ ഇവരെ കൊണ്ടുവന്നപ്പോൾ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. കുടിക്കാൻ ഇഷ്ടം പോലെ, കഴിക്കാൻ ഇഷ്ടം പോലെ, ആസ്വദിക്കാൻ ഇഷ്ടം പോലെ. ഇപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആസ്വദിച്ചിട്ട് കഴുകണേ കർത്താവേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവർ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ജീവിതം അശുദ്ധമാക്കത്തില്ല. മനസ്സിലായോ? അപ്പം അതാണ് യഥാർത്ഥത്തിൽ തൻ്റെ ഇടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പാട്ടുപാടി ലാലുച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ. പക്ഷേ ലാൽ കുറ്റം പറയുന്നതല്ല. എങ്കിലും ഈ പാട്ട് പാടാൻ വലിയ പ്രയാസമൊന്നും കാര്യം. ഞാൻ പാടിയ ചില ബുദ്ധിമുട്ടാണ്, പക്ഷെ അച്ഛൻ പാടിയ വലിയ പ്രശ്നമൊന്നും ഇല്ല. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓൾറെഡി പാടാനുള്ള കഴിവ് ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പ്രസംഗിക്കാൻ വലിയ പാടുണ്ടോ? പാടുണ്ടെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ ആദ്യത്തെയൊക്കെ പ്രയാസമേ ഉള്ളൂ. വർഷമൊക്കെ ചുമ്മാതെ സ്റ്റേജിൽ കയറുന്നാൽ അറിയാതെ വചനമൊക്കെ വരും. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം പ്രസംഗിച്ച ഒരു ശീലം അകത്ത് കിടപ്പുണ്ട്. നമ്മളെക്കാളും നന്നായിട്ട് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ രംഗത്തെ ആൾക്കാരില്ലേ? അപ്പോൾ പ്രസംഗിക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. ഇവിടുന്ന് കൈയടിക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ഈ കൂട്ടത്തിൽ പാടുമ്പം ശരിയാണ്, പക്ഷെ ഒറ്റയ്ക്ക് പാടുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പം ഉപ്പം ഇരുന്ന് കൈയടിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഇല്ല. പക്ഷെ നിങ്ങൾ ആ മലയുടെ മുകളിലോട്ടൊന്ന് നോക്കണം. അവിടെ ഏലിയാവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കീബോർഡ് വായിക്കാൻ ആളില്ല, പാട്ടുപാടാൻ ആളില്ല, കൂടെ നിന്ന് വിളിക്കാൻ ആളില്ല. ബാലിന്റെ പ്രവാചകന്മാർ ചുറ്റും നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തോടെ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദാസനാ. അതിന് സാധാരണ കരുത്ത് പോരാ. ഈ ഒരു ക്യാമ്പിലൂടെ ഏകദിന മീറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? ഇവിടെ നിങ്ങൾക്ക് കൈയടിക്കാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് തുള്ളിച്ചാടാൻ പറ്റും, ഇവിടെ പാട്ടുപാടാൻ പറ്റും, ഇവിടെ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ബാംഗ്ലൂരിൽ പോകുമ്പോൾ, ഡൽഹി പോകുമ്പോൾ, ലണ്ടനിൽ പോകുമ്പോൾ, നിങ്ങൾ കാനഡയിൽ പോകുമ്പോൾ അപ്പം കാണില്ല, അമ്മ കാണില്ല, പാർഷ കാണില്ല, സെൻട്രൽ പാർഷ കാണില്ല. ആരുമില്ലാതിരിക്കുന്ന സമയത്തും തൻ്റെ ഇടത്തോടെ ദൈവമൈതലാന്ന് കാണിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ആ ഒരു തലത്തിലേക്ക് ഒരു ജനറേഷൻ പുറത്തു വരണമെന്നേ. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. അപ്പം ആ ഭാഗവും ഞാൻ അങ്ങനെ നിർത്തുക. ഇനി മൂന്നാമത്തെ കാര്യം 17-ാം വാക്യത്തിൽ ആ ഫൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇനി 18-ാം വാക്യം വായിച്ചോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നിങ്ങൾ കേട്ടോണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ന്യായപ്രമാണം, രണ്ട് പരിശുദ്ധാത്മാവ്. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ കമാൻഡ്മെന്റ് വെച്ച് നീ ചെയ്ത തെറ്റ്. അപ്പം ഈ ഒരു വ്യവസ്ഥ ഉണ്ട്, ആ വ്യവസ്ഥ വെച്ച് ചേച്ചി കാണിച്ചത് തെറ്റാണ്. ഇങ്ങനെ ഈ ന്യായപ്രമാണത്തിൻ്റെ ബേസ്, ഇതിൻ്റെ ബേസ് വെച്ചുകൊണ്ട് നിങ്ങൾ തെറ്റുകാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്ത്? ന്യായപ്രമാണം. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയെ കൊണ്ടത് മുമ്പോട്ട് നിർത്തിയിട്ട് പറഞ്ഞ് ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വെച്ച് ഇവള് തെറ്റ്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക. പക്ഷെ ഈ ആത്മാവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നിങ്ങൾ കേൾക്കണം. ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കൺവിൻസ് ചെയ്യുക മാത്രമല്ല, ആ പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കരുത്തുകൂടി തരുന്നതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യം. അപ്പം ആ ലക്ഷ്യം കണ്ട് ആ പ്രൊജക്ടറിന്റെ ഇരിക്കുന്ന ഭാഗം എന്നങ്ങ് ചിന്തിച്ചോ. അപ്പം നിങ്ങൾ താഴെ നിൽക്കുകയാണ്. ഇനി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളൊരു 50 പാപം ചെയ്തു. അപ്പോൾ ഒന്ന് സ്റ്റെപ്പ് അവിടെ താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ കയറി വന്നാണ് അവിടെ ലക്ഷ്യത്തിലെത്തണ്ടേ. അപ്പം നിങ്ങൾ 50 പാപം ചെയ്തു. 50 പാപം ചെയ്തിട്ട് കർത്താവേ ക്ഷമിക്കണേ. ഓരോ പാപം ചെയ്തിട്ട് പറയാണ് കർത്താവേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കോ ഇല്ലയോ? ഉത്തരം പറ യെസ് ഓർ നോ പറഞ്ഞേ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ദൈവം ഒരു ലക്ഷ്യം വെച്ചിരിക്കുകയാണ്, അവിടെ എത്തണം. അപ്പം നിങ്ങളെന്ത് പറയുമ്പോൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്രോസിൻ്റെ അവസ്ഥ പോലെ, ഗ്രാഫ് പോലെ. അപ്പം ഒരു പാപം ചെയ്തു, അത് കഴിഞ്ഞപ്പോഴേക്കും തെറ്റായിപ്പോയി. വന്നിട്ട് ഒറ്റ പ്രാർത്ഥന, കർത്താവേ ക്ഷമിക്കണേ, കഴുകണേ. അപ്പം ക്ഷമിച്ചു. പിന്നെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 പാപം ചെയ്തു. 50 പാപം ചെയ്തിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കോ ഇല്ലയോ? അല്ല, അവിടെ പറഞ്ഞു, ഇവിടെ പറ. ഇല്ല. ഇല്ല. ക്ഷമിക്കും. ഇവിടെ പറഞ്ഞേ. ക്ഷമിക്കത്തില്ല. അതെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ക്ഷമിക്കത്തില്ല. അങ്ങനല്ലേ? ഉത്തരം വല്ലതും ഉണ്ടോ? അപ്പം പല ഉത്തരങ്ങൾ വന്നു. കൂടുതലും പറഞ്ഞത് ക്ഷമിക്കത്തില്ലെന്നാണ്. ചിലർ പറഞ്ഞു ക്ഷമിക്കുമെന്ന് 1-2 പേര് പറഞ്ഞു. പിന്നെ വേറെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ക്ഷമിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാനും നമ്മളങ്ങനെ ഇവിടെ നിൽക്കുമോ? എത്ര എണ്ണം ചെയ്ത് കൂടിയിട്ടുള്ളത് തമ്പുരാനറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മുടിയനായ പുത്രൻ ഒന്നും അല്ലെങ്കിൽ
ഇറങ്ങിപ്പോയെന്നുള്ളത് സത്യമാണ്, ഉള്ള കുഴപ്പം മൊത്തം കാണിച്ചെന്നുള്ളത് ശരിയാണ്. പക്ഷെ തെറ്റാന്ന് അറിഞ്ഞപ്പോൾ പുള്ളി ഇനി തിരിച്ചു പോരുന്നു. പിന്നെ പോയതായിട്ടില്ല. നമ്മൾ എത്ര പ്രാവശ്യം വന്നു പോയെന്നുള്ളത് തമ്പുരാൻ അറിയാം. എന്തെങ്കിലും യോഗം വരുമ്പോഴത്തേന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൊച്ചാണ്. ഞാനോട് ചോദിച്ചു, മോനെ നീ എത്ര പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാ? എല്ലാ യോഗത്തിനും രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ? ഇവൻ ഓടി കരഞ്ഞുകൊണ്ട് മുമ്പിൽ വരും. നല്ല ആത്മാർത്ഥമുള്ള കൊച്ചാണ്. പക്ഷെ അടുത്ത ക്യാമറ ഞാൻ നോക്കുമ്പോൾ ഇവൻ വീണ്ടും കരയുന്നു, ഓടി വരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഏറ്റവും കുറഞ്ഞ് ഞാൻ അതിനെ ശ്രദ്ധിച്ചിട്ട് 32 യോഗത്തിന് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 32 യോഗം. ഞാൻ പറഞ്ഞത് നല്ല ആഗ്രഹം കൊണ്ട്, നല്ല കൊച്ചനായിട്ടോ, കുഴപ്പക്കാരനൊന്നുമല്ല. അപ്പം ക്ഷമിക്കത്തില്ലെന്നല്ല കേട്ടോ, ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളെ കണ്ട് നിൽക്കത്തില്ല. പക്ഷെ പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. എന്നാണെന്നറിയാം, ഈ യാത്ര ഇവിടുന്ന് എടുത്ത് മേളിൽ കയറ്റത്തില്ല, അതാ വിഷയം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു പ്രലോഭനം മുമ്പിൽ വന്ന് പാപം ചെയ്യാൻ ഒരു നല്ല അവസരം. ആ അവസരം വരുമ്പോൾ നമ്മൾ തൻ്റെ ഇടത്തോടെ പറയാം, ഞാൻ ദൈവഹിതലാണ്, ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം. ആ പ്രലോഭനത്തെ ജയിച്ചാൽ നീ ഒരു സ്റ്റെപ്പും കൂടെ മേളിൽ കയറും, മനസ്സിലായി? പക്ഷെ നമ്മൾ 2 സ്റ്റെപ്പ് മേലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാണാൻ നല്ലൊരു അവസരം വന്നു. എന്നാൽ അപ്പം കാണില്ല, അമ്മ കാണുന്നില്ല, ഭാഷയില്ല, സെൻട്രൽ ഭാഷയില്ല, എന്നാ അടിച്ചേക്ക് കിട്ടി. ചെയ്തു പോയാൽ ഓർത്തോണം, തമ്പുരാൻ വെട്ടിക്കളയത്തില്ലേലും അത് താഴോട്ട് പോവും. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ഇപ്പം പാടുമ്പോൾ നമ്മൾ പാടാറുണ്ട്, കർത്തനെ എത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കിയെന്ന്. എന്നേ അങ്ങ് ചെല്ലേണ്ട സമയമായി, ലക്ഷ്യത്തിലെത്തേണ്ട സമയമായി. ഈ പ്ലാൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന എന്തിനാണെന്നറിയോ? ഈ അപാകതകൾ പിന്നെയും സംഭവിക്കുന്നുണ്ടാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെറ്റിനെ എന്തോയും ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷെ ആത്മാവിൻ്റെ പ്രത്യേകത എന്തോ എന്നറിയാം, ഇതിനെ മറികടക്കാനുള്ള കരുത്ത് ദൈവം തരും. ഒരു ലളിതമായ ഉദാഹരണം, അത് എത്രത്തോളം ഫിറ്റാന്ന് എനിക്ക് അറിയില്ല. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, പക്ഷേ മേളിലെ ലക്ഷ്യം ഇങ്ങനെ മേലോട് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ മേളിൽ ചെല്ലും. ആ സമയത്ത് എൻ്റെ ഒരു ഭാഷയിലാണ് ഞാൻ പറയുന്നത്, നല്ലൊരു എഞ്ചിനും കൂടെ വെച്ച് തന്നിട്ടേ കുതിച്ചോടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ ഒരു എഞ്ചിൻ്റെ അതേ കരുത്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. മനസ്സിലായോ? അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുമ്പോൾ പറക്കാനുള്ള കരുത്ത് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്, അറിയാവുന്ന ചേർന്ന് പറയണം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുരുക്കും, അവരെന്തോ ചെയ്യുന്ന കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്കും എനിക്കും കരുത്ത് തരുന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് 2 പേരെ കുറിച്ച്. ആരെയൊക്കെ കുറിച്ചൊക്കെ എന്ന് പറയാമോ? 1 പരിശുദ്ധാത്മാവിനെ കുറിച്ച്, 2 യേശുവിനെ കുറിച്ച്. അല്ലേ, യേശുവിനെ കുറിച്ചാണ് എന്നാ പറയുന്നത്? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ആത്മാവ് പക്ഷവാദം ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിലെന്ന് പറ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഒരു മെസ്സേജ് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു. ഒരു വാക്യം പറഞ്ഞു, ഒരുത്തൻ പാപത്തെക്കുറിച്ച് പാസ്റ്റർ സംസാരിച്ചു. അന്ന് എന്നെ കർത്താവ് ശരിക്കും സ്പർശിച്ചൊരു വാക്യം എന്ന് പറഞ്ഞാൽ, പാപം ചെയ്യാൻ പാടില്ല, പക്ഷെ പാപം ചെയ്താൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കലുണ്ട്. അത് കേൾക്കുമ്പോൾ ചില നമ്മുടെ കൂട്ടുകാർ വിചാരിക്കുകയും, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, തെറ്റ് ചെയ്താലും ആരുണ്ട് അവിടെ. പക്ഷെ യോഹന്നാൻ കൃത്യമായിട്ട് എഴുതി വെച്ചു, ഇത് ലൈസൻസ് അല്ല, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കാനാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവം പറയാം. ഞാൻ അത്യാവശ്യം നല്ല മനുഷ്യനായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടുന്നത് ഒരു ലോക്കൽ ഗാർഡിയൻ ഒരു സാറുണ്ട്, ജോസാർ എന്ന പേര്, നല്ല ജോസൂടി സാർ, നല്ലൊരു മനുഷ്യൻ. അപ്പം പുള്ളി, എനിക്ക് വലിയ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും പുള്ളിയുടെ റെക്കമെൻഡേഷൻ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ പുള്ളി അവിടെ ചെന്നപ്പോഴേ ആദ്യമേ പറഞ്ഞു, എടാ നിൻ്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാണ്, അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ നിന്നോണം ഇവിടെ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്നറിയാമോ, ഈ ലോക്കൽ ഗാർഡിയൻ ഈ പുള്ളി ആയതുകൊണ്ട് നല്ലത് ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും ഈ പുള്ളിയെ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനിടയിൽ ഞാനൊരു നല്ല കുഴപ്പം കാണിച്ചു. അപ്പോൾ കുഴപ്പം കാണിച്ചെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ TC തന്നെ പറഞ്ഞു വിടേണ്ട പരിപാടിയാണ് കാണിച്ചത്. അപ്പം ഞാനിപ്പോഴും മറക്കത്തില്ല. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഭാഷയൊക്കെ ഇച്ചിരി ഭാഷാവുന്നത്, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിയെ ഞങ്ങൾ വിളിക്കുന്ന കടുവ എന്നാണ്, പുള്ളി സഹോദരനത. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിലൊക്കെ അങ്ങനെ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ എട്ടപ്പേരൊക്കെ വിളിക്കത്തില്ലേ. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ അതുപോലെയാണ്, പുള്ളിയുടെ മോഹവും ആ ശൗര്യവും ഒക്കെ. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കുകയാണ് ഓഫീസിലേക്ക്. അപ്പം ഞാൻ ഈ ചെന്ന് കയറുന്ന രംഗം ഞാനിപ്പോഴും മറക്കത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോഴത്തേനെ പുള്ളി എന്നെ പറയാൻ കൊള്ളില്ല അതുപോലുള്ള ഭാഷയാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇനി കോളേജ് വെച്ചോണ്ടിരിക്കത്തില്ല, ഇന്ന് നീ TC മേടിച്ച് തന്നെ പറഞ്ഞു വിടും എന്ന് പറയാം. അപ്പം എന്നെ ഈ പിന്നെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ളി ഓർത്തത്, ഈ പുള്ളിക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുത്തൊരു കക്ഷി ഉണ്ടല്ലോ ഇവിടെ. അന്നേരം ഈ പിയൂനോട് പറയാണ്, ഇപ്പം ഇദ്ദേഹം മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഈ ജോസൂട്ടി സാർ.
പിയൂണിനോട് പറയണം, എടാ ജോസൂട്ടി കഴിഞ്ഞ് വിളിച്ചോണ്ട് പോവാം. സാറൊന്നും പോലും അല്ലേ വിളിച്ചേ, എന്താ വിളിച്ചേ? എന്നോടുള്ള ദേഷ്യത്തിന് പറഞ്ഞു ആ ജോസൂട്ടി കഴിഞ്ഞ് വിളിച്ചോണ്ട് പോവാം. അപ്പം ഈ ജോസൂട്ടി സാർ വരുന്ന രംഗം ഞാൻ മറക്കില്ല. ജോസൂട്ടി സാർ വലിയ സന്തോഷത്തിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ആ നിപ്പും ഈ പ്രിൻസിപ്പളിൻ്റെ ആ ഇരിപ്പും കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ഇവൻ എന്തോ പണി കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ജോസൂട്ടി സാർ ക്ലാസ്സിനകത്തോട്ട് കയറിയതും ഓഫീസിനകത്തോട്ട് കയറിയതും എന്നെ പറഞ്ഞ ശകാരത്തിൻ്റെ ബാക്കി മൊത്തം ഈ പുള്ളിക്കാൻ കൊടുത്തു. അപ്പം ജോസൂട്ടി സാർ നിന്ന് വേർക്കുകയാണ്. ഞാനിപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിനിടയിലേ ഈ ജോസൂട്ടി സാറിൻ്റെ നിപ്പും പുള്ളിയുടെ കണ്ണ് നിറയുന്നേ ഞാനും കാണുകയാണ്. കണ്ണ് നിറയുന്നതൊക്കെ കണ്ട് പുള്ളി തിരിച്ചൊന്നും പറയുന്നില്ല, കാരണം പറയാൻ പറ്റാത്ത പരുവത്തിലാണ് ഞാൻ പണി കാണിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ് എന്തോ ചെയ്യാനാണ് ഈ പ്രിൻസിപ്പൾ പറയുന്നത്, എന്തോ ചെയ്യാനാ. ഇവൻ കാണിച്ച പണി ഓർത്താൽ ഇവനെ ഇവിടെ വെച്ചേക്കേണ്ടതല്ല, പക്ഷേ ഈ മനുഷ്യനെ ഓർത്താൽ പിന്നെ പറഞ്ഞു വിടാൻ തോന്നുന്നു ഇല്ല. എന്നിട്ട് പറഞ്ഞ് ക്ലാസ്സിൽ പോയി ഇടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്ന ഞാൻ ഇപ്പോൾ മറക്കത്തില്ല. ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ജോസൂട്ടി സാർ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കണ്ടോട്ട് നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച് സത്യം പറഞ്ഞ അയാൾ എന്നെ 2 അടിയും കടിച്ചായിരുന്നു ഞാൻ സഹിച്ചേനെ. പക്ഷെ ഒരു നോട്ടം എന്നെ നോക്കി, ആ കണ്ണ് നിറഞ്ഞൊരു നോട്ടം. അപ്പം ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തിയൊരു സംഭവം ഞാൻ പറയുന്നത്. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അല്പമെങ്കിലും മനുഷ്യത്തുള്ളവരാണെന്ന് എന്തോ വിചാരിക്കും, ആ കുഴപ്പമില്ലടാ ഇനിയും ചെയ്താലും ജോസൂട്ടി സാറ് വരും എന്നെ ഊരും എന്ന് വിചാരിക്കുമോ? ഇല്ല. പിന്നെ എന്തോ ചെയ്യും? ഇനി മേലാൽ നിർത്തിയത് നിർത്തി. ഇനി മേലാൽ എൻ്റെ ഒരു കാരണത്തിൽ ജോസൂട്ടി സാറിനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് തീരുമാനം എടുത്തിട്ടല്ല പോവും. ആണോ അല്ലയോ? ആണ്. നമ്മളൊരു കാര്യം ഓർത്തോണം, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോഴും അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കർത്താവ് വെട്ടിക്കളയാത്തെ. പക്ഷെ ഓരോ അപാകതകൾ സംഭവിക്കുമ്പോഴും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു പുത്രൻ തമ്പുരാനുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് വെട്ടിക്കളയുന്നില്ലെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടേ പോകാവൂ. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അപ്പനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ തീരുമാനമുള്ളവർ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. ഇനി ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അവിടെ വരില്ല നമ്മൾ വായിച്ചേ 18-ാം വാക്യം. ഇനി 19-ാം വാക്യം വായിച്ചോ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം. അപ്പം നിങ്ങളൊന്ന് അറിയാവുന്നവരങ്ങ് പറഞ്ഞു, അല്ലാത്തവരൊന്ന് എണ്ണി പറഞ്ഞ് എത്ര ഉണ്ട്? അയ്യോ 15. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് 15 15 തമിഴ് 17. അപ്പം തമിഴ് ആൾക്കാർ ഇതിനകത്തുണ്ടോ? മലയാളികൾക്ക് 2 എണ്ണം മൈനസ് എന്നൊരു എക്സ്ക്യൂസ് ആണ്, 2 മൈനസ്. പക്ഷെ പിന്നെ തമിഴ്നാട്ടിൽ താമസിക്കുന്നവർക്കും അല്പം കട്ടിയ. കേരളത്തിൽ മാത്രം താമസിക്കുന്നവർക്ക് 15 ഉള്ളൂ, തമിഴ്നാട്ടുകാർക്ക് 17. മലയാളത്തിൽ 15 15 ഞാനിന്ന് രാവിലെ ഇരുന്ന് എണ്ണിയപ്പോൾ 15 കിട്ടിയത്. 15. തമിഴിൽ 17. അപ്പോൾ എന്തുവായാലും 2 എണ്ണം കൂടുതലാണ് തമിഴർക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അത് ഒന്ന് പഠിക്കാം. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും 16 അല്ലേ? അപ്പോൾ 1 ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. ഇവർക്ക് 15 ഉള്ളൂ. നമുക്ക് 15, തമിഴിൽ 17. 17 ഈ തമിഴിൽ അധികം വന്നേക്കുന്നത് ഏതൊക്കെയാ? അപ്പോൾ അത്രയും കുഴപ്പം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ 2 എണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം. ഞാൻ ജോക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 15 എണ്ണത്തിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ഇത് 3ഉം സെക്ഷൽ ഇമ്മോറാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ 10-37 വയസ്സേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പറയാനുള്ള പ്രാഗൽഭ്യമില്ല. എങ്കിൽ പോലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഒരു യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞൊരു കാര്യം ഇതാണ്: മോനെ, 2 കാര്യത്തിൽ നീ സൂക്ഷിച്ചോണം. 1 പെണ്ണ്, 2 കാശ്. ഈ 2 കാര്യത്തിൽ നീ വീണാൽ പിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലോകത്തിൽ അത് ചിലപ്പം ശരിയാകാം, തെറ്റാണെങ്കിൽ തിരുത്തുന്നതിനും കുഴപ്പമില്ല. ഏറ്റവും നല്ല സമീകൃത ആഹാരം ഏതാണ്? പാല് പറഞ്ഞു, മുട്ട പറഞ്ഞു 1, പിന്നെ
വേറെ ചോദ്യം വേണ്ട? രണ്ടെണ്ണം പറഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. പാലും പറഞ്ഞു, മുട്ടയും പറഞ്ഞു. ആ പാലും ആയിരിക്കാം, സമീകൃത ആഹാരമായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ മുട്ടയാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എത്ര ദിവസം അടവെക്കുന്നത്? 21 ദിവസം. അപ്പോൾ 21 ദിവസം ഈ കോഴി പൊരുന്നിരുന്നിട്ട് 21 ദിവസം കഴിയുമ്പം ഒരു ജീവനല്ലേ പുറത്ത് വരുന്നത്. അപ്പോൾ ഒരു ജീവന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അല്ലേ? അപ്പം മുട്ട എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരമാണ്. പക്ഷേ ഏറ്റവും ദുഷിച്ച ആഹാരം എന്താണെന്നറിയാം? ചീമുട്ടയാണ്. ചീമുട്ട. ഈ മുട്ട മോശമായാൽ മതി. ഒന്നുമല്ലെങ്കിൽ ഇറച്ചി കേടായാൽ ആ പുരടത്തിലോട്ടെങ്കിലും എടുത്ത് കളയാം. 10 ചീമുട്ട കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ആ പരിസരം തടുപ്പിക്കാൻ പറ്റുമോ? അതുപോലെ നശിച്ചൊരാഹാരം വേറെ ഇല്ല. ഒരു കാര്യം ഓർത്താൽ മതി, നല്ലതാണെങ്കിൽ പെന്തക്കോസ്തുകാർ മുത്ത, പക്ഷേ നശിച്ചു പോയാ ഇതുപോലെ ഗതികെട്ടൊരു കൂട്ടം വേറെ ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാരാരെന്നറിയോ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, നല്ല പെന്തക്കോസ്തുകാരാ. ആണോ? അല്ലേ? നമുക്ക് നാണക്കേടാണോ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാരാരാ? പെന്തക്കോസ്തുകാരാന്നേ. പെന്തക്കോസ്തുകാർ, നല്ല പെന്തക്കോസ്തുകാർ, നല്ല പെന്തക്കോസ്തുകാർ. പക്ഷേ ലോകത്തിലെ ഏറ്റവും ഗതികെട്ടവരാരെന്നറിയോ? ഒരു ഹിന്ദുവല്ല, മുസ്ലിമുമല്ല, കൃപയില്ലാത്ത പെന്തക്കോസ്തുകാരൻ. അവനെപ്പോൾ അരിഷ്ടൻ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ തന്നെ പറയുന്നത് ഉപ്പ് കൊള്ളാം, പക്ഷെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നും കൊണ്ട് രസം വരുത്താം. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നശിച്ചു പോയാൽ പോയതാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാം, ഇതിലെങ്ങാണം വീണ് പോയാൽ, ഇപ്പം നിങ്ങൾ കേട്ടോ ഈ മനോരമയും മാതൃഭൂമിയൊക്കെ നാട്ടിലെ വാർത്തയിനകത്ത് പിന്നെ പീഡനം, പാസ്റ്റർ പിടിയിൽ. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ കാര്യം, പാസ്റ്റർ പിടിക്കപ്പെടാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷെ പാസ്റ്റർ പിടിക്കപ്പെട്ടവർ നാട്ടുകാർ പോലും ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ അവൻ പാസ്റ്റർ അല്ലെന്നുള്ളതാണ് സത്യം. കൃപ പോയി, ശൗലിൻ്റെ പരിപാടിയായി. പിന്നെ കൃപ പോയവൻ എന്തും ചെയ്യും. പണ്ട് ചൊല്ലും, അടിസ്ഥാനം മരഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പോൾ ഉത്തരം പറഞ്ഞു, എന്തും ചെയ്യുമെന്ന്. എന്തും ചെയ്യും. ഈ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് മര്യാദയ്ക്കൊക്കെ പോകുന്നത്. അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്ത് എക്സ്ട്രീമും പോവും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ പാപത്തിൽ നമ്മൾ വീണുപോയാൽ പിടിച്ചാൽ കിട്ടില്ല. ഇനി എന്നോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യം ഞാൻ ഗൗരവമായിട്ട് പറയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു ക്യാമ്പിന് പ്രസംഗിക്കാൻ പോയി. അപ്പം ഞാൻ അവരോട് ഈ സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊച്ചന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു. അപ്പോൾ അവന് 17 വയസ്സാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നതെന്നറിയാം, ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് നമ്മുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അമൂല്യമായൊരു സംഗതിയാണ്. അമൂല്യമായൊരു സംഗതി. അപ്പോൾ അത് വളരെ പരിഭാവനതയോടെ സൂക്ഷിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഉടനെ ഇവൻ എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചു. ഒരു വല്ലാത്ത ചോദ്യമായിപ്പോയി. എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഒരു ചോദ്യം ചോദിക്കാണ്ട്. ഞാൻ പക്ഷേ എന്തോ മോനെ പരസ്യമായിട്ട് ചോദിച്ചോളഞ്ഞവൻ +1 പഠിക്കുക. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ലൈംഗികത എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന പരിഭാവനമായ സംഗതിയാണ്. ഞാൻ പറഞ്ഞു ആന്ന്. ഉടനെ അവൻ പറയാ, എന്നാൽ പിന്നെ ഈ 16 വയസ്സുള്ളത് എനിക്കെന്തിനാ തന്നത്? ഞാൻ പറഞ്ഞു മനസ്സിലായി, എന്തിനാണ് ഈ ഫീലിംഗ് എനിക്ക് ദൈവം തന്നത്? ഒരു ന്യായമായ ചോദ്യമല്ലേ? എന്നോട് പറഞ്ഞു, അപ്പോൾ കല്യാണം കഴിക്കുന്നത് 23, 24, 25 വയസ്സാണെങ്കിൽ ആ പ്രായത്തിൽ തന്നു പോരായിരുന്നോ? ഈ 16 വയസ്സുള്ള എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം ഈ ഫീലിംഗ് തന്നത്? പക്ഷെ സത്യം പറയാം, എനിക്കതിന് ഉത്തരം പറയാൻ പറ്റിയില്ല അന്ന്. പക്ഷെ ഞാനത് പഠിച്ചു. ഞാൻ 1-2 കൗൺസിലേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പം അടുത്ത ക്യാമ്പിന് ഞാൻ അവനെ വിളിച്ചൊരു ഉത്തരം പറയുകയും ചെയ്തു. അടുത്ത ക്യാമ്പിന് ഞാൻ അതിന് ഉത്തരം പറഞ്ഞ ഉത്തരം ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നറിയാം, ഒറ്റയടിക്ക് വിജയം നേടുക എന്നുള്ളതല്ല. 15ഉം 16ഉം വയസ്സിൽ നിങ്ങൾക്ക് ഈ ഫീലിംഗ് ദൈവം തരുന്നത് ഫൈറ്റ് ചെയ്യാനാണ്. ഫൈറ്റ് ചെയ്ത് പാപത്തോട് പോരാടി വിജയശ്രീലാളിതരായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് ലൈംഗിക ഫീലിംഗ് 15ഉം 16ഉം 17ഉം വയസ്സിൽ തരുന്നത്. എന്നാൽ അത് ജീവിതത്തിൽ തന്നു കഴിയുമ്പം അതിനെ തെറ്റായി ഉപയോഗിക്കാതെ അതിനെ നീതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ നേട്ടമാണ്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പാസ്റ്റർ കഴിഞ്ഞ ദിവസം വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ ഈ ജോസഫിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിലുള്ള നിർണായകമായ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്തായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോത്തിഫേറിൻ്റെ
അപ്പം ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് അപ്പം പാഷ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആവേശം കിട്ടി. എന്നാണെന്നറിയാം, നമ്മൾ ഈ ബൈബിൾ ചുമ്മാ വായിച്ചാൽ പോരാ, ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഈ ലോക ചരിത്രം കൂടെ ചേർത്തൊന്ന് വായിക്കണമെന്ന്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടസ്റ്റിനേക്കാൾ ഒരു ഡിഫറെൻറ്റ് കോണ്ടസ്റ്റ് അതിനുണ്ട്. ഈജിപ്തില് ഈ പൊത്തിഫേർ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല. പൊത്തിഫേർ ആരാന്നറിയോ? ഈജിപ്തിലെ ഗവർണറാണ്. അപ്പം ഈ പൊത്തിഫേറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ജോസഫിനെ വാങ്ങിയ പൊത്തിഫേറില്ലേ, പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി ഫറവോൻ്റെ ബന്ധുക്കാരനാണ്. അപ്പോൾ പുള്ളിക്ക് പൊളിറ്റിക്കൽ മാരേജ് നടത്താനുള്ള കഴിവുണ്ട്, അതിനുള്ള അനുവാദമുണ്ട്. പൊളിറ്റിക്കൽ മാരേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അയൽ രാജ്യത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാം. ഈ പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പണ്ട് നാട്ടുരാജ്യങ്ങളല്ലേ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് നാട്ടുരാജ്യങ്ങളല്ലേ. അപ്പം തിരുവിതാംകൂർ ഭരിക്കുന്നത്, ഇപ്പം എനിക്ക് ഇവിടുത്തെ ചെന്നൈയിലെ കാര്യം അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. തിരുവിതാംകൂർ ഭരിക്കുന്ന രാജ്യം, വേണാട് ഭരിക്കുന്ന രാജ്യം, അങ്ങനെ ചിന്തിച്ചോ, അല്ലെങ്കിൽ മലബാർ ഭരിക്കുന്ന രാജ്യം, സാമൂതിരി. അപ്പം ഇങ്ങനെ പല നാട്ടുവംശങ്ങളുണ്ട്, കൊച്ചി രാജവംശം. അപ്പം ഈ തിരുവിതാംകൂറുകാർ കയറി കൊച്ചിക്കാരെ അടിക്കാതിരിക്കാൻ വേണ്ടി കൊച്ചിയിലെ രാജാവ് തിരുവിതാംകൂറിൻ്റെ പെണ്ണെ കെട്ടും. തിരുവിതാംകൂർ രാജകുടുംബത്തിലൊരു പെണ്ണെ കെട്ടും. അപ്പം സ്വന്തം മോളെയല്ലേ അങ്ങോട്ട് കെട്ടിച്ചോണ്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ അടിക്കടി അടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് ഈ പൊളിറ്റിക്കൽ മാരേജിൻ്റെ ഒരു ബലം അവിടെയാണ്. അതുകൊണ്ടാണ് ഈ ശലോമോൻ ഒത്തിരി സ്ത്രീകളെ കെട്ടിയെന്ന് പറയുമ്പോഴേ എന്തിനാണെന്നറിയോ, പുള്ളി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരുന്നു. ആരും കയറി അടിക്കാതിരിക്കാനാ, ഇവിടെ എല്ലാം കെട്ടി. അപ്പം അടി വരുത്തില്ല. അപ്പം അതിനു വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ മാരേജിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം എന്തായാലും ഈ പൊത്തിഫേർ കല്യാണം കഴിച്ച സ്ത്രീയുടെ പേര് സെലൂക്ക എന്നാണ്. സെലൂക്ക, പേര് മറക്കരുത്. എന്താ സെലൂക്ക? ബൈബിൾ നോക്കരുത് കേട്ടോ, ഇത് ഈജിപ്ഷ്യൻ ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ പറയുന്നത് തട്ടിപ്പും വെട്ടിപ്പൊന്നും അല്ല, ഈജിപ്ഷ്യൻ ഹിസ്റ്ററി. ഇവിടെ പേര് സെലൂക്ക എന്നാണ്, സെലൂക്ക. ഈ സെലൂക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സുന്ദരിയാണ്. അപ്പം അവിടാണ് ആര് അടിമയായിട്ട് വന്നത്? ജോസഫ് അടിമയായിട്ട് വന്നത്. അപ്പം അവിടെ ഈ ഈജിപ്തിൽ ഒരു സംഭവമുണ്ട്. ഈജിപ്തിൽ എല്ലാ വർഷവും അവർ ഒരു മഴദേവതയെ തിരഞ്ഞെടുക്കും. മഴദേവത. ആ മഴദേവതയ്ക്ക് പറയുന്ന പേര് മറക്കണ്ട, ഐസിസ് എന്നാണ്. എന്താണ്? ഐസിസ്. അപ്പോൾ ഈ ഐസിസിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് മഴ ദൈവത്തെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം അവർക്കാണ്. അപ്പം ഇത് തിരഞ്ഞെടുത്തുള്ള പ്രത്യേകത എന്നറിയാം. തിരഞ്ഞെടുത്തുള്ള പ്രത്യേകത അവർ ചിന്തിക്കുന്നത് 4 ദിവസം ഇവർക്ക് ഒരുമിച്ച് താമസിക്കാം. ഈ ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ, അവർ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ആ വർഷം മുഴുവൻ, ആ നാളുകൾ മുഴുവൻ ഇവരുടെ നാട്ടിൽ ഭയങ്കര ഫലപുഷ്ടതയാണെന്നാണ്. ഒരു വലിയ സംഭവമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഈ സഹോദരിയുടെ പേര് മനസ്സിലായല്ലോ, സെലൂക്ക. അപ്പം പൊത്തിഫേറിൻ്റെ വീട്ടിൽ യോസഫ് താമസിക്കുകയാണ്. അപ്പം ആ വർഷത്തെ ഐസിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സെലൂക്കയാണ്. അപ്പം സെലൂക്ക തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞപ്പോൾ സെലൂക്ക മഴ ദേവതയാണ്, ആ നാട്ടിൻ്റെ മഴ ദേവതയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഇവർക്ക് ഒരു ലീഗൽ പെർമിഷൻ ഉണ്ട്. എന്നറിയാം, ഒരു ദേവനെ തിരഞ്ഞെടുക്കാം. അപ്പം ദേവനെ തിരഞ്ഞെടുക്കാം എന്നൊരു സെലക്ഷൻ ഇവർക്ക് വന്നപ്പോൾ ഇവരുടെ ഓൾറെഡി ഇവിടെ കണ്ണ് ആരുടെ മേലുണ്ടെന്നറിയാം? യോസഫിൻ്റെയിലുണ്ട്. അപ്പം അവിടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് യോസഫിനെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, യോസഫ് ആ കാര്യത്തിന് അംഗീകരിച്ചാൽ അത് ലീഗലി തെറ്റല്ല. പക്ഷേ ലീഗലി തെറ്റല്ല, അതിനേക്കാൾ വലിയൊരു നേട്ടം ഉണ്ടാവും. ഇവനിപ്പോൾ ആരാ? അടിമയാണ് അല്ലേ? അടിമയാണ്. എന്നാൽ ഈ ഒരു നിയോഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോളിങ്ങിൽ അവൻ വീണാൽ പിന്നെ അവൻ അടിമയല്ല, അവൻ ആ ദേശത്തെ ദേവനാണ്. അത്രയും വലിയൊരു ചാൻസാണ് അവൻ്റെ മുമ്പിൽ കിടക്കുന്നത്. പക്ഷേ ദൈവദാസൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് സംസാരിച്ചപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. മുമ്പിലൊരു സെലക്ഷൻ വന്നപ്പോഴും അവൻ്റെ മനസ്സിലുള്ള തീരുമാനം എന്നറിയാം, ദൈവമില്ലാത്തൊരു ദേവനായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ദൈവമുള്ള ഒരു അടിമയായി ഈ നാട്ടിൽ ജീവിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് പാപം ചെയ്യാനുള്ള, സെക്ഷലി തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ 100 നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കുക, അതിന് മുമ്പ് തൻ്റെ ഇടത്തോടെ നോ പറയാൻ ഒരു തൻ്റെ ഇടം കാട്ടിയാൽ അതിൻ്റെ പ്രതിഫലം കർത്താവ് തന്നോളൂ. അപ്പം ഞാൻ അത്രയും പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. അപ്പം ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ഇനി അടുത്ത് തന്നെ വിഗ്രഹാരാധന മറ്റുള്ള ദൈവങ്ങളെ സേവിക്കുന്ന ആരും ഇതിനകത്തുണ്ടോ? ഇല്ല. പക്ഷേ ബൈബിൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിച്ചാലും വിഗ്രഹമാണ്. ഇപ്പം ചിലയിടത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ മെസ്സിയുടെ ഫോട്ടോയാണ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോയാണ്. അപ്പം നമുക്ക് നല്ല പരിചയമുള്ള കൊച്ചനെ പിടിച്ചെന്നപ്പം ഇപ്പം സച്ചിനില്ല. അപ്പം ഞാൻ പറഞ്ഞു പുള്ളി വിരമിച്ചെന്ന്. അപ്പം ഇനി മെസ്സിയുടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇയാളും വിരമിക്കാറായി. അപ്പം അത് കഴിയുമ്പോൾ അച്ഛൻ എടുത്ത് കളയും. അപ്പം റൂമിൽ ഇങ്ങനെ അടിച്ചു വെച്ചേക്കാണ് മെസ്സി, സച്ചിൻ ടെണ്ടുൽക്കർ. ഞാൻ പറയുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞു ഞാൻ പറയല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കർത്താവിനെ കൂടുതൽ സ്പോർട്സിനെ സ്നേഹിച്ചാലും കർത്താവിനേക്കാൾ കൂടുതൽ സിനിമാ നടന്മാരെ സ്നേഹിച്ചാലും
നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ചത്തോരൊന്നും അല്ലല്ലോ. അപ്പം ഒരു കൊച്ചന് ഈ ദിലീപ് എന്ന് പറയുന്നത് ഭയങ്കര ഭ്രാന്ത്. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പം കാണാം ഇയാളെ ചങ്ങലയിട്ടോണ്ട് പോകുന്നു, ഇങ്ങനെ വിലങ്ങും വെച്ചോണ്ട് പോകുന്നു. അപ്പോൾ അതോടുകൂടി ഈ പുള്ളിയുടെ ദിലീപിനെ അങ്ങ് വിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മോഹൻലാലായിരുന്നു. അപ്പം ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ കൂടുതൽ എന്താ സിനിമാ താരങ്ങളെ സ്നേഹിക്കുക, കർത്താവിനേക്കാൾ കൂടുതൽ സ്പോർട്സ് താരങ്ങളെ സ്നേഹിക്കുക. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലെങ്കിലും ചിലർക്ക് വിഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കളാണ്. മോനും ദൈവത്തെക്കാൾ കൂടുതൽ. അപ്പം നമുക്ക് ഇത് മോനെ ലൈവ് ഒന്നും അല്ലല്ലോ, അല്ല, കാരണം നാളെ നമ്മുടെ ചർച്ചയോട് നമുക്ക് പോകേണ്ടതാണ്. അപ്പം നമ്മുടെ ചർച്ചിലൊരു ആൻറ്റി നല്ല ആൾക്കാരാണ്, നല്ല എല്ലാ യോഗത്തിനും വരും, എല്ലാ രാവിലെയും വൈകിട്ടും എല്ലാ യോഗത്തിനും വരും. അപ്പം അങ്ങനെ, പക്ഷെ കുഞ്ഞുങ്ങളില്ല, ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്ററെ കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കണം. അപ്പം പക്ഷെ അപാര തീരുമാനമൊക്കെ എടുത്തു. കൊച്ചിനെ തന്നാൽ കർത്താവിന് വേണ്ടി കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞു. കുഞ്ഞിനെ തന്നാൽ കർത്താവിന് വേണ്ടി കൊടുക്കും. ഇപ്പം നല്ലൊരു കുടുംബമാണ്. അപ്പം ഞാൻ ഈ അമ്മമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അച്ഛനെ വേണ്ടി പ്രാർത്ഥിച്ചു. എന്തായാലും ദൈവം വലിയ അത്ഭുതം ചെയ്തു. അടുത്ത വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദൈവം കൊടുത്തു. ഇപ്പോൾ ഒറ്റ യോഗത്തിനും വരികയല്ല. അപ്പം ചോദിക്കപ്പെട്ടില്ല, പറയുന്നത് യോ കുഞ്ഞ് ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പം കർത്താവല്ല വലുത്, നേരത്തെ കർത്താവായിരുന്നു, പക്ഷെ കുഞ്ഞ് വന്നപ്പോഴത്തേന് ഇപ്പം ഈ കർത്താവിനേക്കാൾ കൂടുതൽ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോരുത്, കർത്താവിനെ കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കാനും പോരുത്, ഭാര്യയെ സ്നേഹിക്കാനും പോരുത്. സകലത്തെക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന തലമാണ് കർത്താവിന് ഇഷ്ടം. അതുകൊണ്ടാണ് പത്രോസിനോട് ചെന്നിട്ട് പിന്നെയും കർത്താവ് ചോദിച്ചു. ആദ്യം ചോദിച്ചു, നീ ഇവരിൽ അധികമായിട്ട് എന്നെ. അപ്പോൾ പത്രോസ് ചാടിക്കരി പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ എനിക്ക് ചങ്കല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പം കർത്താവ് പറഞ്ഞു, സത്യമായിട്ട് സ്നേഹമുണ്ടോടാ? അന്നേരം പറഞ്ഞു, പിന്നെയും പറഞ്ഞു സ്നേഹം ഉണ്ടെന്നേ. അപ്പം ചോദിച്ചു ശരിക്കും. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് എല്ലാം തള്ളിപ്പറഞ്ഞിട്ടായി അടിക്കുന്നേ. അതാ രസം, തള്ളിപ്പറഞ്ഞിട്ടാണ് വന്നടിക്കുന്നത്. കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം കർത്താവിന് ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുക എന്നുള്ളതല്ല, സകലത്തെക്കാൾ അധികം എന്തോ കർത്താവിനെ സ്നേഹിക്കണം. അപ്പം അവിടെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് കേവലം മറ്റുള്ള ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമല്ല, മറിച്ച് എന്താണ്? ഓക്കെ, കർത്താവിനേക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹാരാധന. അപ്പം നമ്മൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ. അടുത്തത് വിഗ്രഹാരാധന, അടുത്തത് തന്നെ ആഭിചാരം നമ്മളാരും ചെയ്യാറില്ല. പിന്നെ എന്നാൽ ഈ ആഭിചാരം എന്നുള്ള വാക്കിന് ഒരു പദം കൊടുത്തത് ഫാർമസൂട്ട് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ ഫാർമസി എന്ന് പറഞ്ഞൊരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തലത്തിലാണ്. അപ്പോൾ അത് അതിനകത്ത് ഒരു ക്ലിയറായ ഒരു ആൻസർ ഉള്ളത് ഇലിസിറ്റേറ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നിരോധിതമായ മരുന്നുകളുടെ ഉപയോഗം, നിരോധിതമായ ഡ്രഗ്സിൻ്റെ ഉപയോഗം. ചെന്നൈയിലും ശക്തമല്ലേ ഇത്, ഈ ലഹരി? ഇല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാരും പെടരുത് കേട്ടോ, പെടാൻ പാടില്ല, ഇല്ലെന്നാണ് വിശ്വാസം. ഈ ട്രാപ്പിൽ പലരും പെടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പെടാതിരിക്കാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞൊരു ദൂത് ഞാൻ പിന്നെയും പറയാണ്, തലമുറകളുടെ മേലെ കണ്ണ് വേണം. 24 മണിക്കൂറും കഥവും കുറ്റിയിട്ടിട്ട് അകത്തിരിക്കുന്നത് എന്താണ്, കൊച്ചെന്താ ചെയ്യുന്നതെന്ന് അറിയണം. അവൻ ആരോടൊക്കെയാ കൂട്ട് കിട്ടുന്നതെന്ന് അറിയണം. അവൻ ആരോടൊക്കെയാ പോകുന്നതെന്ന് അറിയണം. അവൻ ആരോടൊക്കെയാ സഹകരിക്കുന്നതെന്ന് അറിയണം. കാര്യം വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തലമുറകൾ ട്രാപ്പിൽ പെട്ടു പോകാൻ പാടില്ല. ഇനി ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ചെറിയ അളവെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ട് പറയാണ്, തിരിച്ചു വരാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ദൈവം തരുന്നു. അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം, ആരും കൈ ഉയർത്തണ്ട, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ തൊടാൻ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തുന്നമഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. അപ്പോൾ ഇതെല്ലാം ചർച്ചകൾക്കകത്ത് പലരുടെ അകത്തുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഉണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് അലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയാളി നന്നാവത്തൊന്നുമില്ല. ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലൊക്കെ ആവും. ഇപ്പം റാന്നി വെള്ളം കയറി. അപ്പം 4-5 സഹോദരന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വിഷയം. അപ്പം നമ്മുടെ സഭയിലെ മെമ്പേഴ്സാണ് ഇവരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാസ്റ്റർമാർ ശ്രമിച്ചിട്ട് പോലും നടക്കത്തില്ല. നിൽക്കുകയാണ്, ആരെ സെന്റിനൊക്കെയാണ് നിൽക്കുന്നത്, ബഹളമാണ്. അപ്പം അവസാനം കോടതി കേസ് പോയി, പാസ്റ്റർമാർ ശ്രമിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചു, രക്ഷയില്ല. അപ്പോഴാണ് 2018 വെള്ളം കയറിയപ്പോൾ ഒരു സഹോദരൻ്റെ വീട്ടിൽ വെള്ളം കയറി, കഴിവത് പിടിച്ചു നോക്കി, പക്ഷെ രക്ഷയില്ല.
രക്ഷയില്ല. ഇപ്പം 5 എണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് മിണ്ടത്തില്ല, അതാ വിഷയം. അപ്പം വെള്ളം മേലോട്ടായെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേനെ പുള്ളി നേരെ മൂത്ത ചേട്ടൻ്റെ അടുത്തോടങ്ങ് പോയി. പിന്നെ രക്ഷയില്ലല്ലോ, ചാഹ്വായിരിക്കാൻ പറ്റും, ചാഹ്വാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയാൽ. അടുത്ത ദിവസത്തെ വെള്ളം അങ്ങോട്ട് പൊങ്ങിയപ്പോഴത്തേന് പിന്നെ എല്ലാ വീട്ടിലും വെള്ളമായി. എന്തായാലും ഒറ്റ വാക്കി പറയാം, 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് 5 എണ്ണം കൂടെ ഒരു പുരപ്പുറത്തായി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, എൻ്റെ പാസ്റ്ററെ ഈ കോടതി ശ്രമിച്ചിട്ട് പോലും നടക്കാത്തത് വെള്ളം ഒപ്പിച്ച് തന്നു. എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് ഇതിനൊന്നും വലിയ അർത്ഥമൊന്നും ഇല്ല. നമ്മളീ പിണങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേ. ഇപ്പം നമുക്ക് പരിഹരിച്ചെങ്കിലും പോകണം. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയെങ്കിലും നമ്മുടെ ഇടയിൽ നടക്കണം. സെൻട്രൽ പാസ്റ്റർ അന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു സംഭവം പറഞ്ഞു, വയനാട്ടിൽ നടന്നേ. അപ്പം ഞങ്ങൾ ഈ വയനാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലീഡറായിട്ട് നടന്നൊരു പുള്ളിയുണ്ട്. അദ്ദേഹം മിലിറ്ററിയുടെ ഓഫീസറാണ്, ഞങ്ങളുടെ ലീഡറായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും മറ്റേ ഡോഗ് സ്ക്വാഡിൻ്റെ ആൾ പറയാണ്, താണ്ട അദ്ദേഹം ഇല്ലേ, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയാണ്. ഈ വിഷയത്തിൽ വയനാട്ടിലെ അമ്മ മരിച്ചുപോയാണ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചുപോയി, 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. പക്ഷേ ആ മനുഷ്യൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കെടുത്ത് കളയും, ടെൻഷൻ കൊണ്ട് എടുത്ത് കളയാണ്. രക്ഷിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെ മനസ്സിലായോ എന്ന് പറയാം. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്. പക്ഷെ ഉള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കണം. കാര്യം ജീവിതം വളരെ ക്ഷണികമാണ്. ഉള്ള കാലം നീതിയോടും വേർപാടോടും ജീവിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത്രയും ഭാഗം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് അവസാനത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ക്രിസ്തുവേശുവിന് ഉള്ളവർ ജഡത്തെ, എല്ലാവരും ഒന്ന് വായിച്ച ആ വാക്യം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇനി അവസാനം ഒരു ആപ്ലിക്കേഷനിലേക്ക് വരിക. അത്രയും പറഞ്ഞാൽ നിർത്താൻ പോവാം. അപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് മനസ്സിലായവരുന്ന കൈവൊക്കെ ആ വാക്യത്തിന്റെ അർത്ഥം. പാസ്റ്റർമാരല്ലാതെ ഈ വാക്യത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായവർ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ഒന്ന്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. 6:14 വായിച്ചേ. എനിക്കോ, നമ്മളത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതെന്ന് എഴുതിയിട്ട് അടുത്ത വാക്യം, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം എന്നാ ഞാൻ പറയാം, ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ കർത്താവ് അകത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ പേരങ്ങ് മറന്നു, എന്തായിരുന്നു? നിതിന എന്നെ വിളിച്ചോണ്ടൊക്കെ വന്നേ. അപ്പം നിതിൻ ഒന്ന് എഴുന്നേക്കാവും, ജസ്റ്റ് എനിക്കൊന്ന് ഇരുന്ന് കാണിക്കാൻ. എന്തായാലും എന്നെക്കാളും നീളമുണ്ടല്ലേ, എന്നെക്കാളും ആരോഗ്യമുണ്ട്. അപ്പം ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാനാ. പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശിലാണ്. എന്നിട്ട് പറഞ്ഞിട്ട് നീ പ്രശംസിപ്പാൻ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു ഹൃദയത്തിൽ വരുന്നതിന് മുമ്പ് നിതിൻ്റെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഇതിനോട് 2 വർത്തമാനം പറഞ്ഞാൽ 4 പറയാനുള്ള തൻ്റെ ഇടം ഇതിനുണ്ട്, ഇല്ലയോ? ഉണ്ട്. ഞാൻ 2 എണ്ണം കൊടുത്താൽ ഒറ്റയടിക്ക് എന്നെ തറയിടാനുള്ള കഴിവുണ്ട്, ഇല്ലയോ? ഉണ്ട്. അതിനുള്ള ആരോഗ്യമില്ലേ? ഉണ്ട്. പക്ഷേ ഇപ്പം 2 പറഞ്ഞാലും മിണ്ടത്തില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയോ? കുഴപ്പമൊന്നും ഉണ്ടായതല്ല, നാവ് ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ടാണ്. പണ്ട് 2 എണ്ണം ഞാൻ കൊടുത്താൽ 4 തരുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ 2 അല്ല 5 അടിച്ചാലും നിന്നുകൊള്ളും. എൻ്റെ കാര്യം എന്നാ? കൈ ക്രൂശിക്കപ്പെട്ടു. മറ്റേത് വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു മദ്യഷാപ്പ് കാണുമ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ട് കാണുമ്പോൾ ധൈര്യമായിട്ട് ചുവട് വെച്ച് പോകുമായിരുന്നു. പക്ഷെ ഇന്ന് കാല് അനങ്ങത്തില്ല. എൻ്റെ കാര്യം എന്നാണെന്നറിയോ? ആ കാല് ക്രൂശിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്നറിയും, അത് കർത്താവ് അകത്ത് വരുമ്പം ഒരുവന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഇതാ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കരം നിങ്ങൾക്ക് എന്തിനു വേണ്ടി ചലിപ്പിക്കാം, കാലുകൾ എന്തിനു വേണ്ടി ഓടാം, നാവ് എന്തിനു വേണ്ടി ചലിപ്പിക്കാം, എന്തും നിങ്ങൾക്ക് രുചിക്കാം, എന്തും ടേസ്റ്റ് ചെയ്യാം, എന്തും ചെയ്യാം. നിങ്ങൾ മൊബൈലിൽ കൂടെ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു ആരും കണ്ടെന്നു വരില്ല. പക്ഷേ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവരാണെങ്കിൽ വിരലിന്റെ നിയന്ത്രണം ഹോളി സ്പിരിറ്റ് ആയിരിക്കും, കാലിന്റെ നിയന്ത്രണം ഹോളി സ്പിരിറ്റ് ആയിരിക്കും, അധരത്തിന്റെ നിയന്ത്രണം ഹോളി സ്പിരിറ്റ് ആയിരിക്കും. നിങ്ങൾ എവിടെ പോകണമെന്ന് നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ചലിക്കുന്ന ഒരു ജനറേഷനായിട്ട് നമ്മുടെ ജനറേഷൻ മാറണം. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മളുണ്ടല്ലോ പെന്തക്കോസുകാരെന്ന് പറയുന്നതിനകത്ത് ഒരു അഭിമാനക്കുറവും കാണരുത്. ആരുടെ മുമ്പിലും ഞാൻ പെന്തക്കോസുകാരാന്ന് പറയാൻ തൻ്റെ ഇടം വേണം. കാര്യം പെന്തക്കോസ് എന്ന് പറയുന്നത് ലജ്ജിക്കേണ്ട നാമം അല്ല. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ ഉയർത്തേണ്ട നാമമാണ്. കാര്യം നമ്മുടെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം
ശ്രേഷ്ഠമായ പലതും മുമ്പിൽ വെച്ച് കൊടുത്തപ്പോൾ ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് തട്ടി എറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. അങ്ങനെയുള്ള ജനറേഷൻ താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോകാൻ പാടില്ല. താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോകാൻ പാടില്ല. താൽക്കാലിക സുഖങ്ങൾ മുമ്പിൽ വരുമ്പോഴും അതിനെ തട്ടി എറിഞ്ഞിട്ട് നിത്യതയെ ലാക്കാക്കി ഓടുന്നവനാണ് യഥാർത്ഥ പെന്റക്കോസ്റ്റ് ജനറേഷൻ. ആ ജനറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ വേറെ ആരെയും നോക്കണ്ട. ഇപ്പം എന്നെ ഞാൻ അഭിഷേകം ഞാൻ പറഞ്ഞൊരു ദൂത് പറഞ്ഞില്ലേ, ഒരു മെസ്സേജ് പറഞ്ഞില്ലേ ഞാൻ ആദ്യം. ആ മെസ്സേജ് പറഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അതിലാണ് ഞാൻ അഭിഷേകം പ്രാച്ചെന്ന് പറഞ്ഞല്ലോ. ആ പാർഷ ഇന്ന് ആത്മീയവളത്തിൽ ഇല്ല. ഇപ്പം ഞാൻ പുള്ളിയുടെ പുറകെ പോയായിരുന്നെങ്കിലോ ഞാനും കുഴി പോയേനെ. ഇപ്പം നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം ഇതുകൊണ്ട് വലിയ ട്രാജഡി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പലരെയും മാതൃകയാക്കുമായിരുന്നു, രാഷ്ട്രീയ രംഗത്തെ പലരെയും. എന്നാൽ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേനും ഞാൻ ചിന്തിച്ചതെന്നറിയോ, നമ്മുടെ നേതാക്കന്മാരെ മാതൃകയാക്കാം. IPCയിലെ നേതാക്കന്മാരെ സഭ. പക്ഷെ അടുത്തപ്പോൾ മനസ്സിലായി അത്ര പറ്റിയല്ല. മനസ്സിലായോ? പിന്നെയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. നോക്കുന്നെങ്കിൽ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നോക്കാൻ പാടില്ല. ഇന്നലെ കർത്താവിൻ്റെ ദിവസം നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ഈ പെന്റക്കോസ്റ്റിൽ എന്തിനാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കാര്യം ഓർത്തോണം. ഇതിനകത്ത് ഇരിക്കുന്ന ആരുടെയും സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, ഈ വണ്ടി കൊള്ളാം, അതുകൊണ്ടാണ്. ഈ പോകുന്ന വണ്ടി കൊള്ളാം, ഈ വണ്ടി കറക്റ്റാണ് പോകുന്നത്. പെന്റക്കോസ്റ്റുകാരെ, ആ പെന്റക്കോസ്റ്റ് വാഹനം ഇല്ലേ, അത് പോകുന്നത് നിത്യതയിലേക്ക്. ആ വണ്ടി കൊള്ളാം, പക്ഷെ അതിനകത്ത് കള്ളനുമുണ്ട്, കൊള്ളക്കാരനുമുണ്ട്, തരികിടയുണ്ട്, തട്ടിപ്പുമുണ്ട്. അപ്പം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നീയും പോയി കുഴി ചാടും. പക്ഷെ നോക്കേണ്ടത് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരിപ്പുണ്ട്. അതാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഒരു കോംപ്രമൈസിനും നമ്മളെ വിട്ടുകൊടുക്കരുത്. ഒരു കോംപ്രമൈസിനും വിട്ടുകൊടുക്കരുത്. തൻ്റെ ഇടത്തോടെ കർത്താവിനെ മാത്രം നോക്കിയേ മുമ്പോട്ട് പോകാവൂ. സ്വത്രം. ഇപ്പം ദുരിതോപദേശങ്ങൾ ഇങ്ങനെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാതൃക ഇല്ലാത്ത തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവേശത്തിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ അവിടെ വലിയൊരു ആഘോഷം, ഒരു ഉത്സവം, കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു ഉത്സവം. മീറ്റിംഗുണ്ട്, മീറ്റിങ്ങിന് ശേഷം ഈറ്റിങ്ങുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ആവേശമാണ്. പക്ഷേ യോഗം കഴിഞ്ഞപ്പോഴാണ് പാസ്റ്ററിനോട് പറഞ്ഞു പാസ്റ്റർ, ഈ ആവേശം കണ്ടിട്ട് വലിയ ഇതൊന്നും തോന്നണ്ട, ഇവർ തന്നെയാണ് ഓണപ്പരിപാടി നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ച അതേ സ്റ്റേജ് ഇവർ ഓണപ്പരിപാടി ആകുമ്പോൾ ഇവർ തന്നെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, സഭയുടെ സെക്രട്ടറി തന്നെയാണ് ക്ലബിൻ്റെ സെക്രട്ടറി. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പെന്റക്കോസ്റ്റ് കോളം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആരെയും അവരെ നോക്കേണ്ടത് യേശുവിനെ മാത്രം. ആരെല്ലാം ഭക്തം പറഞ്ഞില്ലേ, ഞാനും എൻ്റെ കുടുംബമോ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു തീരുമാനം എടുക്കണം. ആരെല്ലാം തെറ്റിപ്പോയാലും, ആരെല്ലാം വശംബദ്ധരായാലും, ആരെല്ലാം വീണുപോയാലും ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ തീരുമാനമുള്ള പ്രിയപ്പെട്ടവർ മാത്രം പറ്റുമെങ്കിൽ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാണ്. നമുക്കുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി എനർജറ്റിക്കായിട്ട് മുമ്പോട്ട് പോകണമെന്നേ, നമ്മുടെ ഉത്സാഹത്തോടെ മുമ്പോട്ട് പോകണം. അവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മന്ദതയുള്ളവരാകരുതെന്ന് വെച്ചാൽ, മന്ദം എന്ന് പറഞ്ഞാൽ സ്ലോ അല്ല, നമ്മൾ ഫാസ്റ്റിൽ മുമ്പോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലെ കസര കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? അവരും യാത്ര ചെയ്യാൻ വന്ന പുള്ളികളാണ്, പക്ഷെ അവരെന്താ ഉറങ്ങുന്നറിയാം, അവർക്കറിയാം ഇപ്പോഴൊന്നും ഞങ്ങളുടെ വണ്ടിയൊന്നും വരത്തില്ലെന്ന് വിചാരിച്ചാൽ. ഇപ്പം ചില ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ ഒക്കെ ഇരിക്കുന്ന കാണാം, കസ ഇരിക്കുവാണ്. അവർക്കറിയാം വണ്ടി വരും, പക്ഷേ എന്നാലും സമയം എടുക്കും. പക്ഷെ ചില ആൾക്കാരിങ്ങനെ ആ ട്രാക്കിലോട്ട് നിൽക്കുന്നുണ്ടോ, ട്രാക്കിലോട്ട് നോക്കി നിൽക്കുന്നേ. അതിൻ്റെ കാര്യം അവൻ്റെ വണ്ടി വരാൻ സമയം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സൈറൻ വിളിയൊക്കെ കേട്ടു, അനൗൺസ്മെൻറ്റ് മുഴങ്ങി. അപ്പം അതുകൊണ്ട് ഇനി അധിക കാലമൊന്നുമില്ല. ഉള്ള കാലം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. 10 വർഷമേ ഉള്ളെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കണം. അപ്പം ഞാനുണ്ടല്ലോ, എന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ ക്യാമ്പിന് പോകുന്നതെല്ലാം പറയുന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സിറിയയിൽ കുറേ ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടാന്ന് എനിക്കറിയില്ല, എനിക്കൊന്നൊരു 17 ചെറുപ്പക്കാരെ നേരത്തെ അങ്ങോട്ട് നിർത്തിയിട്ട് കണ്ണങ്ങോട്ട് കെട്ടി ഈ IS തീവ്രവാദികൾ തോക്കെടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് ചോദിച്ചു, യേശുവിനെ ത്യജിക്കാൻ തയ്യാറാണോ? നോക്കുമ്പോൾ ഇവരുണ്ടല്ലോ, ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തൻ്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ചിട്ട് നോ. 17 കൊന്നു.
ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്. പക്ഷെ യേശുവിൻ്റെ പേര് കേട്ടപ്പം ചാകാൻ ഞാൻ തയ്യാറാ. ഈ തലമുറയിലും അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടെന്നേ. സോദരം, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പഴയ പാട്ടുണ്ട്, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനാണ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് അല്ലേ? ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർ കൈവക്കി. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർ ആരെല്ലുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് സാധാരണ വെസ്റ്റേണിലെ പാട്ടിൻ്റെ ഒരു ട്യൂണാണോ? അല്ല, വളരെ സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ? കാര്യം എന്നറിയാം, അത് നോർത്ത് ഈസ്റ്റിൽ എഴുതിയതാണ്. എഴുതാൻ്റെ കാരണമുണ്ട്. അപ്പൻ അമ്മ 2 പിള്ളേരെ പിടിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിഷണറി വന്ന സുവിശേഷം പറഞ്ഞതാണ്. അങ്ങനെ അപ്പനും അമ്മയും 2 പിള്ളേരും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഗ്രാമപ്രമുഖൻ ഈ വിവരം അറിഞ്ഞു. അങ്ങനെ ഇവരെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തോ ഈ ആരാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അന്ന് ഈ ഗ്രാമത്തിലുള്ളവർ ആരാധിക്കുന്ന ആരാന്നറിയാമോ? ഇന്നലെ ദേവദാസൻ പറഞ്ഞ പോലെ സൂര്യനെ, ചന്ദ്രനെ, കല്ലിനെ, മണ്ണിനെ, മരത്തിനെ ആരാധിക്കുന്ന കാലമാണ്. അപ്പം ഇവർ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും കല്ലിനെയും മണ്ണിനെയും മരത്തെയും നിർമ്മിച്ച കർത്താവിനെയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്ങനൊരു വിശ്വാസം ഇവിടെ വേണ്ട. അതുകൊണ്ട് ഒന്നുകിൽ കർത്താവ് യേശു എന്ന് പറഞ്ഞ ആളെ ത്യജിക്കാൻ തയ്യാറാവൂ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുത്തോളം പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ എങ്ങനെ ചെയ്തതെന്നറിയോ? ചെയ്തത് ഇച്ചിരി കഠിനമായിപ്പോയി. ഭാര്യയും ഭർത്താവും 2 പിള്ളേരെയും കൂടെ നേരത്തെ അങ്ങോട്ട് നിർത്തിയിട്ട് പിള്ളേർ 2 പിടിച്ച് അങ്ങോട്ട് നിർത്തി. യേശുവിനെ ത്യജിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിള്ളേരെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞ വരികളാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറില്ല, ഞാൻ മാറില്ല. ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ പിള്ളേരുടെ തല കണ്ടിച്ചു. തറയെ കിടന്ന് ഉരുളുമ്പോഴും ആ മനുഷ്യൻ ഒരു നിരാശയില്ലാതെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ഭാര്യയെ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, പിള്ളേർ 2 പോയി, നിങ്ങൾക്കേലും ജീവിക്കാം, കർത്താവിനെ ത്യജിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, ആരും അനുഗമിക്കാനില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ പൊൻകെ പോകാൻ ഉറഞ്ഞു, അതുകൊണ്ട് കർത്താവിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. ഈ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് ഭാര്യയുടെയും തലയറുത്തു. എന്നിട്ട് പിന്നെ ചോദിച്ചു, അവസാനമായിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്കേലും രക്ഷപ്പെടാം, യേശുവിനെ ത്യജിക്കാൻ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾ പോയി, എൻ്റെ ഭാര്യ പോയി, ക്രൂശൻ്റെ മുമ്പിൽ, ലോകമെൻ്റെ പിമ്പിൽ, ഞാൻ പിന്മാറില്ല, ഞാൻ മാറില്ല. ആ മനുഷ്യൻ്റെ തലയറുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 4 എണ്ണം ഈ സ്തോത്രം നോർത്ത് ഈസ്റ്റ് മണ്ണിൽ കർത്താവിന് വേണ്ടി, ഇന്ത്യയിലെ കാര്യമാണ്. എന്താ സംഭവിച്ച കാര്യം നിങ്ങൾ കേൾക്കണോ? ഈ മരണം സംഭവിച്ച 3 മാസത്തിനുള്ളിൽ ഈ ഗ്രാമത്തിലെ പ്രമുഖൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആ ഗ്രാമം മുഴുവൻ യേശുവിനെ അറിഞ്ഞു. ആ മണ്ണാണ് നാഗാലാൻഡിൻ്റെ മണ്ണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്ന വില ചെറുതല്ല. നിങ്ങൾ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും എന്ത് കിട്ടുമെന്നായി പറയുന്നേ? പക്ഷേ ലോകപ്രകാരം ഒന്നും കിട്ടിയില്ലെങ്കിലും പൗലോസ് പറഞ്ഞ പോലെ നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതിനുവേണ്ടി, കർത്താവിന് വേണ്ടി തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ഏകദിന മീറ്റിങ്ങിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്ന അതുല്യ നിമിഷങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. നിങ്ങൾ ജോൺ ചോ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈവക്കിയ ജോൺ ചോ കേട്ടുണ്ടോ? ഇല്ല. ജോൺ ചോ എന്ന് പറയുന്ന ആള് ഈ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യനാണ്. 2018 നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബിലോ ഗൂഗിളിലോ നിങ്ങൾ സെർച്ച് ചെയ്യണം. ജോൺ ചോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു US പൗരനാണ്, അമേരിക്കൻ പൗരനാണ്. അപ്പം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആൻഡമാനിൽ സെന്റിനൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ ഗ്രൂപ്പാണ്. അവരുടെ അടുക്കലേക്ക് ആരും പോവില്ല. ഏറ്റവും ഡേഞ്ചർ ഗ്രൂപ്പ്. ഇപ്പം ആ മനുഷ്യനെ വെച്ചുകൊണ്ട് ഫിലിം ഇറങ്ങാൻ പോവാണ്. ജോൺ ചോവിനെ റിലേറ്റ് ചെയ്തുകൊണ്ടൊരു ഫിലിം ഇപ്പം ഇറങ്ങാൻ പോകുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഞാനൊന്ന് പറയാം. അപ്പം ഇദ്ദേഹം ഈ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ അത് ഭയങ്കര ആവേശം, അവിടെ സുവിശേഷമായിട്ട് പോകണമെന്ന്. പക്ഷേ അവിടുത്തെ പ്രശ്നം, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ ആൾക്കാരാണ് ഈ ആൾക്കാർ. അപ്പം അദ്ദേഹം പക്ഷേ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം അമ്മയ്ക്കൊരു ലെറ്റർ എഴുതി. ആ ലെറ്ററൊക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട് കേട്ടോ. ആ ലെറ്റർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അമ്മ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ പോകുമ്പോൾ ഒരു കാര്യം അമ്മ ഓർക്കണം, ഒരു പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടെന്ന് വരാം, പക്ഷെ അമ്മ എന്നെ വെറുക്കല്ല്. നമ്മൾ വിളിക്കുന്ന യേശുപ്പച്ചനെയും വെറുക്കരുത്. ഈ യേശുവിൻ്റെ സ്നേഹം അവരോട് വേറെ ആര് പറയും? അത് പറയാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു പോവാണ്.
അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ യാത്രാമൊഴി കിട്ടാൻ വേണ്ടി പോലും മാക്കി നിന്നില്ല. കാര്യം എന്നറിയാം, അമ്മയോട് യാത്രാമൊഴി ചോദിച്ചാൽ അമ്മ സമ്മതിക്കില്ല. കുഞ്ഞല്ലേ, പെട്ടെന്നുള്ള വിടുവോ? അതുകൊണ്ട് അമ്മയോട് ചോദിച്ചില്ല. അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികളെ കൂട്ടുപിടിച്ചാണ് അവിടെ ചെല്ലുന്നത്. 2 അറ്റംപ്റ്റ് ചെയ്തു, എത്താൻ പറ്റിയില്ല. 3ാമത്തെ അറ്റംപ്റ്റിലാണ് അവിടെ കയറുന്നത്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബൈബിൾ, 2 അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പഴവർഗ്ഗങ്ങൾ, ഇതും കൊണ്ടൊക്കെയാണ് കയറിപ്പോകുന്നത്. പക്ഷെ ഇദ്ദേഹം ആ ഐലൻഡിലേക്ക് കാല് വെച്ചിട്ട് പതിയെ നടന്നെടുക്കുമ്പോൾ ഈ കിരാതന്മാരായ മനുഷ്യരുണ്ടല്ലോ പാഞ്ഞടുക്കുകയാണ് അമ്പും വില്ലുമായിട്ട്. കാരണം പഴയ ആൾക്കാർ പ്രാകൃതരാണ്. അപ്പോൾ അവർ വന്നിട്ട് ആദ്യത്തെ അമ്പ് ചെയ്തു, അദ്ദേഹം തെന്നി മാറി. അപ്പോൾ ദൂരെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ കാണുകയാണ് ഈ ദൃശ്യം. ഇദ്ദേഹം ഇങ്ങനെ മാറി, അടുത്ത അമ്പ് ചെയ്തു. പക്ഷേ ആ അമ്പ് നേരെ ബൈബിൾ തുളച്ച് നെഞ്ചത്തോട്ടാ കയറി. അടുത്ത 2 അമ്പും കൂടെ ചെയ്തു. ആ അമ്പ് ചെയ്തപ്പോൾ ഈ മനുഷ്യൻ പിടഞ്ഞ് തറയെ വീണു. ഒരാളെ പോലെ യേശുവിന് വേണ്ടി നേടാൻ പറ്റിയില്ല, ഒരു കൺവെൻഷൻ നടത്താൻ പറ്റിയില്ല. പക്ഷേ സെന്റിനൽ ഗ്രൂപ്പ്സിന് വേണ്ടി പോയ ആ മനുഷ്യൻ ആൻഡമാനിൻ്റെ മണ്ണിൽ യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങി. 2019 കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ പിറ്റേന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളെല്ലാം ഓൺലൈനിലൊക്കെ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ മനോരമയിലെല്ലാം വന്നു കേട്ടോ, ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ താഴെ കേരളത്തിലൊക്കെ ഒരു പ്രശസ്തമായൊരു പാസ്റ്റർ ഇത് താഴേക്ക് വിവരക്കേട് കാണിച്ച് ചെറുക്കൻ വിവരക്കേട് എഴുതിയിരിക്കുകയാണ്. വിവരക്കേട്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ആ ഉപദേശിക്ക് വിവരക്കേടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, 4 കാശ് യേശുവിനെ വിറ്റിട്ടായാലും അത് കിട്ടാൻ വേണ്ടി നടക്കുന്ന ഇന്നത്തെ കാലത്ത് കർത്താവിന് വേണ്ടി ചാവാനും പിള്ളേരുണ്ടെന്നേ. കർത്താവിന് വേണ്ടി ചാകുന്നെങ്കിൽ ചാകട്ടെന്നും പറഞ്ഞ് തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ഈ 21ാം നൂറ്റാണ്ടിലും ചെറുപ്പക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മെഴുകുതിരി കത്തി 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 2ാമത് മെഴുകുതിരി ഉണ്ടാവും, 3ാമത് അല്ലല്ലല്ല, കത്തി കത്തി എരിഞ്ഞു തീരും. പക്ഷെ എരിഞ്ഞു തീരുന്നതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രകാശമാകാൻ കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ ഞാൻ മറയും. ഈ അവസാന നിമിഷങ്ങളാണ്. ആ സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. ഞാൻ ഇത്രയും നേരം വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിൽ ആത്മാവിൻ്റെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ വചനം എന്നെ തൊട്ടു, എൻ്റെ ഹൃദയത്തെ കർത്താവ് തൊട്ടു. ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ അരുമനാഥന് വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. അങ്ങനെ തീരുമാനമുള്ള പ്രിയപ്പെട്ടവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതുകൊണ്ട് കര ഉയർത്താനല്ല, പക്ഷേ ആ തീരുമാനമുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവരെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് എഴുതിയിടണം. എൻ്റെ കാര്യം ഞാനിപ്പോൾ ദൈവദാസ സംസാരിക്കും. അതിന് അവസാനം ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്ര ആഴമേറിയ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വ്യത്യസ്തമായ നിലകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെടുകയായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് ആരംഭിച്ചാട്ടെ. ഈ ദുർനടപ്പിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് നമ്മളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് ജയിക്കുവാനായി കഴിയും. നമ്മളെ അടിമയാക്കുന്ന പാപത്തിനെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളെല്ലാം അക്കരമടിച്ച് ഇവിടെ ആത്മാവിന്റെ ശക്തി, ആത്മാവിനെ അനുസരിച്ചൊന്ന് ജീവിപ്പാൻ, ജഡത്തെ അനുസരിച്ച് ജീവിക്കാതിരിപ്പാൻ, അതിന്റെ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കാതിരിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ഒരു അഭിഷേകത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും അല്പസമയം കൂടെ പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ, ജൂലൈയിലാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. 1974 ഓഗസ്റ്റിൽ ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു. 4 ചെറുപ്പക്കാരുമായിട്ട് പോയി ഒരു കവലയിൽ നിന്ന് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പരസ്യവും നടത്താൻ പോകുന്നു. എൻ്റെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ നടത്താൻ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അന്ന് അവിടെ മെഡിക്കൽ മേഖലയിൽ ഒക്കെ ജോലി ഉണ്ടായിരുന്ന, പിന്നീട് ഞങ്ങളുടെ പാസ്റ്ററുമായ, ഞങ്ങളെ
ഡോക്ടർ തോമസ് സാർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെന്ന് വണ്ടൻമേട്ടിലെ ഹെൽത്തിലെ ജോലിയും അവരവിടെ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുകയാണ്. ഞാൻ അവിടെ ഒരു പരസ്യവും നടത്തിയിട്ട് ഈ സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ എന്നെപ്പോലൊരാൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ നോക്കുമോ? ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പോയിട്ടില്ലെന്ന്. ഞങ്ങളിപ്പോൾ ഒരു പരസ്യവും കഴിഞ്ഞിട്ട് വരികയാണ്. ഞാൻ 1 മണിക്കൂറോളം പ്രസംഗിച്ചിട്ട് വരികയാണ്. അപ്പോൾ സാറിനറിയാം എനിക്ക് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഇത്രയും ഞാൻ പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ അതൊക്കെ ശരിയാണ്, പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അങ്ങനെ അപ്പോഴും എനിക്കത് മനസ്സിലായില്ല. സാറ് പറഞ്ഞതിന് അത്ര ഈൽഡ് ചെയ്യാനും ഞാൻ തയ്യാറായില്ല. ഇതൊക്കെ മതി എന്നുള്ള നിലയിലാണ്. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് തിരുവല്ലയിലേക്ക് പോയി. അപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെ അന്ന് ബൈബിൾ സ്കൂളിൽ എടുക്കുകയുള്ളൂ. ഞാനൊരു ഹിന്ദു കൺവേർട്ടർ ആയതുകൊണ്ട് അവർ ഇങ്ങനെ സുവിശേഷമൊക്കെ പറയുന്ന ആളായതുകൊണ്ട് എന്നെ ഒരു പ്രത്യേക കൺസിഡറേഷനിൽ അവരങ്ങെടുത്തു. അപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റുള്ളവരുമൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. ഒരു വീട്ടിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ഇപ്പം എനിക്കൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഈ മ്യൂസിക് എല്ലാം അതിൻ്റെ ശരിയായ രീതിയിലാണെങ്കിൽ ഇഷ്ടമാണ്. എന്നാൽ ഇങ്ങനെ ഈ ട്രമ്മൊക്കെ ഇങ്ങനെ ഭയങ്കര അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഇളക്കുന്ന അതിനോട് വലിയ വെറുപ്പാണ്. കാരണം ഞാൻ ഈ ട്രമ്മടി ഉണ്ടായിരുന്ന വലിയ ചെണ്ടയടിക്കുന്ന സ്ഥലത്തുനിന്ന് വന്നയാളാണ്. അപ്പം ചെണ്ടയടി കേട്ട് മടുത്ത് വന്ന ആളിനെ ഈ ട്രമ്മടിച്ചിളക്കാനൊക്കെ ഉള്ളൂ. അപ്പം എനിക്ക് ഇത് കേൾക്കുമ്പോഴത്തെ എൻ്റെ ഏകാഗ്രതയും പോകും, എല്ലാം പോകും. എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാകും. ഇങ്ങനെ ഉള്ള ആത്മാവിനെ ഒന്നും എനിക്ക് വേണ്ട എന്നൊരു ചിന്തയിലേക്ക് വരും. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പലരും അഭിഷേകം പ്രാപിച്ചു. 1-ാം ദിവസം വന്നു, 2-ാം ദിവസം വന്നു. എനിക്ക് മാത്രമില്ല. എൻ്റെ പ്രശ്നം ഈ തുടങ്ങുമ്പോൾ ഈ ട്രമ്മടിയാണ്. ട്രമ്മടിക്കുമ്പോൾ എൻ്റെ ശബ്ദം മുഴുവൻ പോയി. പിന്നെ അങ്ങനെ എനിക്ക് തുള്ളേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഞാനൊരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നുകൊണ്ടാണോ എനിക്ക് തരാത്തതെന്ന് പോലും ഞാൻ ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ യോഗം തുടങ്ങുന്നേ ഉള്ളൂ, 3-ാമത്തെ തുടങ്ങുകയാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേന ഇങ്ങനെ പൊങ്ങി വരുന്നു എൻ്റെ മനസ്സിലൊരു പേന. ചന്ദ്രിക പേന എന്ന് പറഞ്ഞൊരു പേന ഉണ്ടായിരുന്നു. ചന്ദ്രിക പേന എന്ന് പറയുന്നൊരു പേന ഉണ്ടായിരുന്നു. ഒരു 60 വർഷങ്ങൾക്ക് മുൻപ്. അതൊക്കെ ടീച്ചേഴ്സ് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഗോൾഡൻ ഗ്യാപ്പാണുള്ളത്. അന്ന് അതിന് 3.5 രൂപ വിലയാണ്. 60 വർഷങ്ങൾക്ക് 3.5 രൂപ വിലയാണ്. അപ്പോൾ അത് ടീച്ചേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്ന കണ്ടിട്ടുള്ളൂ. കുട്ടികൾക്കൊന്നും അന്ന് നല്ല ബുക്കോ ഒന്നും ഇല്ലാത്തൊരു കാലം കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ടീച്ചർ ഈ പേന വെച്ചുകൊണ്ട് വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം, എനിക്കും വേണം ഒരു പേന. നമ്മളാ പേന എഴുതാൻ പോലും അറിയാത്തൊരു കാലം. എന്നാലും നമ്മുടെ ഒരു മോഹം. വീട്ടിലതിന് പൈസയില്ല. അപ്പോൾ ഒരു ചെറിയൊരു മോഷണം അല്ലാതെ വേറെ വഴിയില്ല ഈ പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ റേഷ്യൻ കടയിൽ അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ റേഷ്യൻ കടയിൽ ഈ റേഷ്യൻ നമുക്ക് കാർഡ് കൊണ്ട് കൊടുക്കുന്നു. പിന്നെ പഞ്ചസാര, അരി, മണ്ണെണ്ണ ഇതെല്ലാം എത്ര വേണം നമ്മൾ മേടിക്കുന്നു. അതിൻ്റെ അയാളെ സ്ലിപ്പ് എഴുതി തരും. അത് കാഷ്യറുടെ കൊണ്ട് കൊടുക്കണം. അപ്പം കാഷ്യറുടെ കൊടുക്കുമ്പോൾ കാശ് മേടിച്ചിട്ട് അയാൾ ടിക്ക് ചെയ്തിട്ട് ഇത് സപ്ലയറുടെ അടുത്ത് കൊടുത്താൽ നമുക്ക് അയാൾ അതെല്ലാം തൂക്കിത്തരും. അപ്പം ഞാൻ ഇതെല്ലാം കാർഡെല്ലാം കൊണ്ട് കൊടുത്ത് അരി, പഞ്ചസാര എല്ലാം എഴുതി ടിക്ക് കാഷ്യറുടെ അടുത്ത് പോകാതെ നേരെ സപ്ലയറുടെ അടുത്ത് പോയത് അയാളെത്ര ശ്രദ്ധിച്ചില്ല. അതെല്ലാം മേടിച്ചുകൊണ്ട് പോയി. വർഷങ്ങൾ പിന്നെ ഒത്തിരി കഴിഞ്ഞു. ഒരു കത്തോലിക്ക സഹോദരൻ്റെ കടയാണത്. അപ്പം പിന്നെ ഞാൻ ഈ സുവിശേഷത്തിലേക്കൊക്കെ വന്നല്ലോ, ആ കാര്യങ്ങളൊന്നും ഓർത്തില്ല. പക്ഷേ ഈ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഈ പേന ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരിക. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ദൈവമേ, എനിക്ക് എൻ്റെ പ്രശ്നം അതല്ല. ദൈവത്തോട് രഹസ്യമായിട്ട് കർത്താവെ ഞാൻ മോഷണം ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ കത്തോലിക്കനോട് ചെന്ന് ഞാൻ പറയണം, അച്ഛാ ഞാനിങ്ങനെ ഒരു മോഷണം ചെയ്ത് ക്ഷമിക്കണമെന്ന്. അതൊരു ഭയങ്കര പ്രശ്നമല്ലേ? അത് മാത്രമല്ല, അവരൊക്കെ ബഹുമാനിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് ഭയങ്കര സ്നേഹമുണ്ട്.
അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തോട് ക്ഷമ ചോദിക്കാനൊക്കെ പ്രയാസമൊന്നുമില്ല. ഇത് കൊടുക്കണമല്ലോ, കൊടുത്താലല്ലേ അതിന് പരിഹാരം വരത്തുള്ളൂ. പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ആ റേഷൻ കടക്കാരൻ്റെ അടുത്ത് ചെന്ന് ക്ഷമയും ചോദിക്കാം, ആ പേന ആ കാശും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു തീരുകയും ഞാൻ അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഒന്നേറ്റു പറഞ്ഞാൽ ഭയങ്കര മാറ്റം വരും. പിന്നെ ഈ അഭിഷേകത്തിൻ്റെ ഒരു ശക്തിയുടെ ഒരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം. ഞാൻ ഹരിയാനയിൽ പഠിക്കുന്ന കാലത്ത്, അപ്പം ഞങ്ങളൊരു റൂമിനകത്ത് 5-8 പേരുണ്ട്, 8 സ്റ്റുഡൻ്റ് ഉണ്ട് ഒരു റൂമിൽ. അപ്പോൾ അന്ന് പരീക്ഷയുടെ ഏതോ സമയമായിരുന്നു. എല്ലാവരും ഒക്കെ പഠിച്ചു, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഒരു 12 മണി, ഒരു 1 മണിയിലും ആയി കാണുന്നേ. ഞാൻ ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ഞാൻ ഉറക്കത്തിലാണ്, അത് അങ്ങനെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉറങ്ങിക്കിടന്നിരുന്ന് ഞാൻ അന്യഭാഷ, അങ്ങനെ ഞാൻ എളുപ്പം എഴുന്നേറ്റപ്പോൾ എൻ്റെ മുൻപിലാണ്, ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടുത്താണ് ഈ സ്വിച്ച് ബോർഡ്, ലൈറ്റിൻ്റെ സ്വിച്ച് ബോർഡ്. അപ്പം ഞാൻ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ലൈറ്റ് സ്വിച്ച് ഇട്ടു എളുപ്പം. അപ്പം നല്ല സുബോധത്തിലാണ് ഉറക്കത്തിൽ എഴുന്നേറ്റു. ഞാനപ്പോൾ കാണുന്ന ഒരു രംഗം, എൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരൻ, അതിൻ്റെ അടുത്ത വേറൊരു ബെഡിൽ കിടക്കുന്ന ഒരു കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ തൊട്ട് ബെഡിൽ കിടക്കുന്നവൻ്റെ മുഖത്ത് ചവിട്ടാൻ ഇങ്ങനെ ഒരുങ്ങുക. ഞാൻ എളുപ്പം നീ അന്യഭാഷ പറയും, ഒരു കൈ കൊണ്ട് ഇവൻ്റെ കൈയെ പിടിച്ച് അവനങ്ങ് ഉറങ്ങി. അപ്പം ഞാൻ ഓർത്ത് ആദ്യം അഭിനയമായിരിക്കുമെന്ന്. പക്ഷെ അവൻ കുറുക്കും വലിച്ചുറങ്ങി. ഇവൻ എഴുന്നേറ്റതോ ഒന്നും അറിയത്തില്ല. ഇതൊരു അന്ധകാരത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്കറിയാൻ മേലാത്ത ചില കാര്യങ്ങൾ അന്തരീക്ഷ മണ്ഡലത്തിൽ നടക്കുമ്പോൾ അവിടെ ദൈവപ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ഡ്രഗ്സ് മാഫിയയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ലോകത്തിൽ ഇതിൻ്റെ പിന്നിൽ, ഡ്രഗ്സ് മാഫിയയുടെ പിന്നിൽ കൊടുക്കുന്ന കൊച്ചു ഏജന്റുകളെയാണ് നമ്മൾ കാണുന്നത്. അവരല്ല അതിൻ്റെ വലിയ ഏജന്റുകൾ. ഇതിൻ്റെ പിന്നിൽ വലിയ പ്രസ്ഥാനക്കാരുണ്ട്. അവരൊന്നും ഇത് ഉപയോഗിക്കുന്നവരേ അല്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരേ അല്ല. അഫ്ഗാനിസ്ഥാനിലൊക്കെ ലീഗലായിട്ട് കറുപ്പ് തുടങ്ങിയതിനെയൊക്കെ വളർത്തുകയാണ്. അതെല്ലാം അയക്കുകയാണ്. കാരണം ഒരു യുവതലമുറയെ നശിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഡ്രഗ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അവൻ്റെ ഭാവി തീരും. ഒരു ചെറുപ്പക്കാരൻ ആരായിത്തീരുമെന്ന് ആർക്ക് പ്രതീക്ഷിക്കാൻ ഒക്കും? അവനവൻ്റെ കുടുംബത്തിന്, അവന്, ആ രാജ്യത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരാം. എന്നാൽ അവൻ അങ്ങനെ നശിക്കാതിരിക്കാൻ രാജ്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അണുബോംബല്ല ഏറ്റവും വലിയ വിഷയം. ഭയങ്കര ചിന്തയോടുകൂടി അടുത്തൊരു തലമുറ നശിക്കേണ്ടതിന് വേണ്ടി ഡ്രഗ്സുകൾ പല രീതിയിൽ കയറ്റി അയക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ കഞ്ചാവ് കൃഷി ചെയ്ത് അത് ഉപയോഗിക്കുന്നവരായിരുന്നു. ഞാൻ കടയിൽ നിന്ന് മേടിക്കുകയല്ല, വീടിൻ്റെ മുൻപിൽ, ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മുൻപിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നു. ആ കാലങ്ങളിൽ ഒരു 10-70 വർഷം മുമ്പൊക്കെ അവിടെ പോലീസുകാരും വന്നാലും അവനും ഇത് പറഞ്ഞാൽ അടിച്ചിട്ടേ പോകത്തുള്ളൂ. അവൻ അതിനാണ് അവിടെ വരുന്നത്. പക്ഷെ അത് മാഫിയ സംഘങ്ങളായിരുന്നില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഡ്രഗ്സിൻ്റെ വലിയൊരു വിഷയം സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇതിനെ ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഒരു ശകലം കൊടുക്കുക, ചുമ്മാതെ. അപ്പം ഇപ്പോഴത്തെ ഈ അവന് പ്രായത്തിൽ ഒന്ന് നോക്കാം, എങ്ങനെ ഇരിക്കുന്നോ നോക്കാന്ന് ശകലം കഴിച്ചു, പിന്നെ ശകലം കൂടെ കഴിക്കും. അങ്ങനെ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിനെ ഫൂൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകമാണെന്ന് ബ്രെയിൻ പറയാൻ തുടങ്ങും. പിന്നെ അത് ആവശ്യം നമുക്കില്ലാതൊക്കുകയല്ല.
ഇല്ലാതൊക്കെയല്ല. നമുക്ക് വിശപ്പ്, ദാഹം ഭയങ്കരമായിട്ടുണ്ടാകുകയല്ലേ? അത് നമ്മുടെ ബ്രെയിൻ പറയുന്നത് കൊണ്ടാണ്. ചില സമയത്ത് വിശപ്പ് നഷ്ടപ്പെടുകയല്ലേ? ആഹാരം വേണ്ട, വെള്ളവും വേണ്ട, ഇല്ലേ? എന്നാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കെയല്ല. കാരണം ഇതെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ആരാണ്? ബ്രെയിൻ ഡിമാൻഡ് ചെയ്യുകയാണ്. ബ്രെയിൻ ഡിമാൻഡ് ചെയ്യുകയാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരു ചായ വേണം. എൻ്റെ വൈഫ് അത് തരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന എപ്പോഴോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് 2 മണിക്കായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ 2:15 ഒന്ന് കിടക്കണം. എനിക്ക് 2:30 എഴുന്നേക്കും. 2:30 എനിക്കൊരു കാപ്പി വേണം. അപ്പോൾ എൻ്റെ ഭാര്യ ചിലപ്പോൾ ചോദിക്കും, ഇപ്പോഴല്ലേ ചോറുണ്ടുള്ളൂ? പക്ഷെ എനിക്ക് ആ 2:30 ആകുമ്പോഴത്തേക്ക് ഈ കാപ്പി എന്നോട്, ഈ കോഫിൻ ഇത് എന്നോട് ആവശ്യപ്പെടുകയാണ്. കാരണം എൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യുക? അതുകൊണ്ട് ഇപ്പം ഞാൻ കാപ്പിയും കുടിക്കാറില്ല, ചായയും കുടിക്കാറില്ല. കാരണം അതിന് നിങ്ങൾ കുടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, ഞാനതിന് അഡിക്റ്റായിട്ട് എനിക്ക് തോന്നി. ഇപ്പം എനിക്ക് രാവിലെ എഴുന്നേറ്റ് കാപ്പി വേണ്ട, ഉച്ചയ്ക്കും കാപ്പി വേണ്ട, ചായയും വേണ്ട. അപ്പം ഡ്രഗ്സിൻ്റെ ഒരു പരിപാടി നമ്മൾ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചായയും കാപ്പിയും പോലല്ല, പിന്നെ വയലന്റ് ആകും. അത് നിൽക്കാനൊക്കെയാണ്, പിന്നെ എന്തും ചെയ്യും. അവനെ ഇതിൻ്റെ ബിസിനസ്സുകാരനായിട്ട് വിടും. അവൻ അടുത്ത ആളിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അതോടുകൂടി ആ ചെറുപ്പക്കാരൻ്റെ ഭാവി തീർന്നു. അവൻ മുഖാന്തരം അവനുണ്ടാകാവുന്ന നേട്ടം, എൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന നേട്ടം, സഭയ്ക്കുണ്ടാകാവുന്ന നേട്ടം, രാജ്യത്തിന്, ഒരുപക്ഷെ ഒരു ഡോക്ടറായോ, ഒരു എഞ്ചിനീയറായോ, ഒരു മിനിസ്റ്ററായോ, ഒരു IT ഫീൽഡിലെ ഒരു വലിയ ആളായോ, അനേക ആൾക്കാർക്ക് പ്രയോജനമാകേണ്ട ഒരു ചെറുപ്പക്കാരൻ ആർക്കും പ്രയോജനമില്ലാതായിത്തീരും. അതുകൊണ്ട് സ്നേഹിതർ, ആദ്യം ഇതെല്ലാം ഒന്ന് പരീക്ഷിക്കാൻ നമുക്ക് തോന്നുന്നതായിട്ടുള്ള സമയങ്ങളാണ്. ആ പരീക്ഷണങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം. അതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ദൈവാത്മാവരുമാണ്. ഞാൻ 1986 ഇവിടെ US കോൺസുലേറ്റിൽ എൻ്റെ അളിയൻ്റെ നിങ്ങളുടെ സ്ഥലം എന്താ? എറണാകുളം. അവിടെ എനിക്കന്ന് യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിനും വന്ന്, അപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു വിസയുടെ ആവശ്യത്തിന് വേണ്ടി പോകണം. അപ്പോൾ അന്ന് ഇന്നത്തെ പോലൊന്നുമല്ല. അന്ന് നമ്മൾ അവിടെ ചെല്ലുന്നു, ആദ്യം കയറുന്നവരെ, ലൈൻ നിൽക്കുന്നവരെയാണ് അവിടെ എടുക്കുന്നത്. അല്ല, നേരത്തെ കമ്പ്യൂട്ടറും പരിപാടിയൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പം ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞു, വിശ്രമിച്ചോ, ഞാൻ പോയി നിൽക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു 1 മണി ആയപ്പോൾ അവിടെ ലൈൻ, അപ്പോഴാളുണ്ട് അവിടെ, ലൈൻ ഇങ്ങനെ നിൽക്കുക. രാവിലെ 6 മണിയോ 8 മണിക്കെങ്ങാണ്ടേ തുറക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നിൽക്കുന്നവരെ ഒരു 100 പേരെ എത്ര അവരന്ന് കയറ്റത്തുള്ളൂ, കയറ്റത്തുള്ളൂ. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ പോലീസുകാരന് ഒരു കാവൽക്കാരനുണ്ട്. അപ്പം കാവൽക്കാരനോട് ഞാനിങ്ങനെ ജമിനി ഗണേശനെ കുറിച്ചും MGR കുറിച്ചും നടികർ എല്ലാം, ഇവൻ ആരാ ഒരു വേറൊരാളുണ്ടായിരുന്നൊരു തമിഴ്നാട്ടിലെ നടികർ എന്ന് പറഞ്ഞ ഒരാൾ, ശിവാജി ഗണേശനെ കുറിച്ചും ഒക്കെ ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോടാ? ഈ പോലീസുകാരനോട്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഞാനിത് പറഞ്ഞതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറയാം, സാർ നിങ്ങൾ പോയി ഒരു പടം പാത്തിട്ട് വാങ്ങിയെന്ന് പറഞ്ഞു, ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ അടുത്ത സഫർ തിയേറ്റർ വലുത് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ 70 mm ഫിലിം അങ്ങോട്ട് വിടുന്ന ഒരു തിയേറ്റർ അവിടെ അന്ന് അത്രയും വലിയ തിയേറ്ററുകളൊന്നും നമ്മുടെ കേരളത്തിലല്ലേ. അപ്പോൾ ഇത്രയും ആയപ്പോഴെനിക്ക് കളവരുങ്ങി. ഞാൻ പറഞ്ഞു, ഇതെല്ലാം കണ്ടു കിടന്നെടുത്ത് ഗോപാലകൃഷ്ണനാണ് ഞാൻ. പക്ഷേ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേ ഇതെല്ലാം വിട്ടെന്ന് പറഞ്ഞു. ഉടനെ ഈ പോലീസുകാരൻ എന്നാ എന്നറിയോ, അയാൾ എളുപ്പം ഇറങ്ങി താഴെ ഇരുന്നിട്ട് എന്നെ കസേര കയറ്റിയിരുത്തി. അങ്ങനെ പോലീസുകാരൻ താഴെ ഇരിക്കുകയാണ്, ഞാൻ ആ കസേര ഇരുന്നുകൊണ്ട് പുള്ളിയോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇയാളെ നോക്കാനായിട്ട് അയാളുടെ SIO, ഇവരുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഒരാൾ ജീപ്പയിൽ ഇങ്ങനെ വന്നു. ജീപ്പിൽ വന്നപ്പോൾ അവർ കാണുകയാണ് പോലീസുകാരൻ താഴെ ഇരിക്കുകയും അയാൾ അവിടെ ഇരുന്ന് ജീപ്പ് ഇയാളെപ്പോൾ അങ്ങ് ഉക്കാറെന്ന് ചോദിച്ചു. ബാക്കിയൊന്നും പറഞ്ഞില്ല. ഏതായാലും അയാളങ്ങ് പോയി. ഞാനവിടെ തന്നെ ഇരുന്നു. യേശുവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ
നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാം. അതേമത്തെ ഞാൻ ആ തിയേറ്ററിൽ പോയിരുന്നെങ്കിൽ അയാൾ അങ്ങനെ എഴുന്നേക്കുമോ? സുവിശേഷത്തിൻ്റെ വില, ആത്മീയതയുടെ വില വലുതാണ് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ നല്ല യൗവനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഒന്ന് സ്വന്തം ചെയ്താട്ടെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഞാൻ എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോയി, ഹോളിവുഡ് പോയി. അവിടെ അതിലെല്ലാം കറങ്ങി നടന്നിട്ട് ഞങ്ങളൊരു പ്രാർത്ഥന നടത്തി. എൻ്റെ കർത്താവേ, ഈ ചപ്പു ചവറ് സിനിമയെല്ലാം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഇവിടുത്തെ ഈ കോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും കോടമ്പാക്കത്തു നിന്നും അല്ലല്ലോ, ഈ ഹോളിവുഡിൽ നിന്നാണ്. എൻ്റെ കർത്താവേ, ഇവിടുന്ന് എൻ്റെ യേശുവിനെ ഉയർത്തുന്ന ഒരു സിനിമ ഇറങ്ങണേ. അതിനുശേഷമാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇറങ്ങിയത്. ഒന്ന് സ്വതം പറഞ്ഞേ ഒന്നുകൂടെ. അതെൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ആ സിനിമാ പ്രേമത്തെ കൺവേർട്ട് ചെയ്ത് വിട്ട വിധങ്ങൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ചെയ്യണം. ഞാനൊരു ചിന്ത കൂടി പറഞ്ഞ് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാം. നമുക്ക് മോശയെക്കുറിച്ച് ഇവിടെ നമ്മുടെ പാസ്റ്റർ നിങ്ങളോട് സംസാരിച്ചു. വളരെ നമുക്ക് ആവശ്യമുള്ളൊരു ദൂതാണ് അദ്ദേഹത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്. ദൈവം ധാരാളമായിട്ട് പാസ്റ്റർ ഷിബിനെ അനുഗ്രഹിക്കട്ടെ. അത് എന്നോടും സംസാരിക്കുന്ന ദൂതുകൾ ആ വചനത്തിലൂടെ ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. എല്ലാവരും എടുത്തോ അത്. എബ്രായ ലേഖനം 11:25. ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 25 onwards. നമുക്കൊന്ന് ചേർന്ന് വായിക്കാതെ പ്രതിഫലം നോക്കിയത് കൊണ്ട് കുറച്ച് വായിച്ചു. അടുത്തും കൂടെ 27-ാം വാക്യം. അവൻ അദർശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആ വചനം നോക്കി. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗം. രാജകുമാരനായിട്ടാണ് മോശ വളരുന്നത്. മോശയ്ക്ക് നമ്മൾ ആദ്യം യോസഫിന്റെ പുത്തിപ്പേറിന്റെ ഭാര്യയെക്കുറിച്ച് കേട്ടതുപോലെ മോശയ്ക്ക് ലീഗലായ ഒരു അംഗീകാരമുണ്ട്. രാജകുമാരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള വീട്ടിൽ ചെന്ന് ആരോടും ഏത് ലൈംഗിക പ്രക്രിയകളും നടത്താം. അത് ലീഗലാണ്. അതിനെ തടയാനൊരു നിയമം അവിടില്ല. അവർക്ക് വശംവദരായിരിക്കണം രാജ്യത്തിലെ പ്രജകൾ. രാജാവോ രാജകുമാരനോ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ നോ എന്ന് പറയുവാൻ ആ സ്ത്രീയുടെ ഭർത്താവിനോ പിതാവിനോ ആ രാജ്യത്തിലെ ഒരു വ്യക്തിക്കും അനുവാദമുണ്ടായിരുന്നില്ല. അത് വലിയ ആദരവായിട്ട് കണ്ടുകൊണ്ടിരുന്നു. രാജകുമാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതാണ് അഭിമാനത്തോടെ ഈ സഹോദരിമാര് പറയുന്നത്. നിന്റെ വീട്ടിൽ വന്നോ? വന്നില്ല. അവക്ക് വലിയ ദുഃഖമായിരിക്കും ചെല്ലാത്തതുകൊണ്ട്. അങ്ങനൊരു കാലത്ത് മോശ എന്ത് ചെയ്തു? പാപത്തിന്റെ താൽക്കാലിക ഭോഗം. എല്ലാ ലൈംഗികതയുടെയും താൽക്കാലികം മാത്രമേ ഉള്ളൂ. ശരിയായിട്ടുള്ള നിലയിലല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം വർഷങ്ങൾ കഴിഞ്ഞ് നിന്നെന്ന് വരികയില്ല. അത് ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ
എയ്ഡ്സിലേക്കോ ആഴമേറിയ കുറ്റബോധത്തിലേക്കോ എത്ര ഭയാനകമായ നിലയിലേക്കും കൊണ്ടുപോകും. പക്ഷേ ആ താൽക്കാലിക സന്തോഷം അന്നേരം എന്ത് കാണുകയില്ല, കൂടെ വരികയില്ല. ഇവിടെ പാസ്റ്റർ ഷിബിൻ ആ കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. ദൈവം എന്തുകൊണ്ട് അങ്ങനൊരു വികാരം നൽകിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് പാപം ചെയ്യാനുള്ളതല്ല. ഒരു വണ്ടി, ഒരു ബൈക്കോ ഒരു കാറോ അതിൻ്റെ മാനുഫാക്ചേഴ്സ് അത് ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇടിച്ചു. അതിൻ്റെ കാരണം അത് ഇടത്തോട്ട് സ്റ്റിയറിങ് തിരിഞ്ഞത് കൊണ്ടാണ്. ഇടത്ത് ഇടിയുണ്ട്. അവിടെ ഉള്ളവരും മരിച്ചു, വണ്ടിയിലിരുന്ന് മരിച്ചു. അതുകൊണ്ടിനി ബെൻസ് കാറ് ഇടത്തോട്ട് തിരിയാത്ത സ്റ്റിയറിങ് ഉണ്ടാക്കി വണ്ടി ഇറക്കുമോ? വലത്തോട്ട് തിരിച്ചു, 5-6 പേര് മരിച്ചു. അങ്ങനെയാണല്ലോ ആൾക്കാർ മരിക്കുന്നില്ലേ? അതുകൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിയാത്ത വണ്ടി ഇറക്കിയാൽ ആരെങ്കിലും മേടിക്കുമോ? വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്ന വണ്ടി തന്നെ വേണം. പക്ഷെ ഓടിക്കുന്നവൻ ആവശ്യമില്ലാതിരിക്കരുത്. സ്തോത്രം. അപ്പം ദൈവം ഈ വികാരങ്ങളില്ലാതെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആ സൃഷ്ടി പൂർണ്ണമാകുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം മനോഹരമാണ്. അത് കൂടിയാൽ പ്രശ്നമാണ്. ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കെയല്ല. ഷുഗർ കുറഞ്ഞാൽ നമ്മൾ ചത്തുപോകും. പക്ഷെ ഷുഗർ കൂടിയാലോ അത് നോർമലാകണം. അപ്പോൾ ഷുഗർ കൂടി ആൾക്കാർ മരിക്കാം, ഷുഗർ കുറഞ്ഞും ആൾക്കാർ മരിക്കാം. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഷുഗർ ആവശ്യമില്ലാത്തൊരു നിലയിലാണെങ്കിൽ എന്തായിരിക്കും? പ്രഷർ ഇല്ലെങ്കിൽ ജീവിക്കാനൊക്കെയല്ല. അത് കൂടിയാലും മരിക്കാം, കുറഞ്ഞാലും മരിക്കാം. അതുകൊണ്ട് പ്രഷർ വേണ്ടെന്ന് പറയുന്ന യുക്തിയാണോ? യുക്തിയല്ല, അത് യുക്തിയാണ്. മനുഷ്യനാണോ? അവൻ ലൈംഗികത വേണം. പക്ഷേ അതതിൻ്റെ നിയമമല്ലെങ്കിൽ അപകടമാണ്. സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മനോഹാരിതയാണ് ആ സൃഷ്ടി. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓടിയത് ഡൽഹിയിൽ വെച്ചാണ്. അന്ന് നിസാമുദ്ദീനിൽ ഇവിടെ നിന്നാണ്, മദ്രാസിൽ നിന്നാണ് ഞാൻ ആദ്യം ഡൽഹിക്ക് പോകുന്നത്. എറണാകുളത്ത് നിന്ന് ഇവിടെ മദ്രാസിൽ വന്നു. അന്നിവിടെ ഒരു മൂർ മാർക്കറ്റൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല, അതൊക്കെല്ലാം പോയില്ലേ? അതുണ്ടോ? മൂർ മാർക്കറ്റ് ഉണ്ടോ? വേറെ പുതുക്കി അവിടെ നിന്ന് ഒരു പഴയ പാൻറ്റും എല്ലാം ഞാൻ മേടിച്ച്, ഒരു കൽക്കരി ട്രെയിനാണെന്ന്. കൽക്കരി ട്രെയിന് ഇത് 1977. അപ്പോൾ ആ കൽക്കരി ട്രെയിനിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കയറി. എളുപ്പം ചെല്ലാമല്ലോ. റിസർവേഷൻ ഇല്ലായിരുന്നുകൊണ്ട് പാർസൽ എനിക്ക് ഭയങ്കര രീതിയിലൊക്കെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കേട്ടോ. അന്ന് അപ്പം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് പറയാനായിട്ട് ഞാനങ്ങ് പ്രേരിപ്പിക്കപ്പെടുകയാണ്. നിർത്തിക്കൊള്ളാം ഞാൻ. അപ്പോൾ എനിക്ക് അല്പം കൂടെ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം അപ്പോൾ എനിക്ക് പഠിക്കാൻ പോകാനൊരു ആഗ്രഹം വന്നപ്പോൾ സ്ഥലത്ത് വെച്ച് പാസ്റ്റർ എംപോലൂസ് എന്ന രാമേശ്വരത്തിൻ്റെ അപ്പോസ്തലന്റെ വീട്ടിൽ വെച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ഞാൻ നിന്നെ നോട്ടിലേക്ക് അയക്കും, ഫർദർ പഠനത്തിന് വേണ്ടി അയക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞു. അപ്പം അന്ന് 2 കൺവെൻഷൻ എനിക്ക് പ്രസംഗിക്കണം. ആ 2 കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് അന്ന് പകല് ഞാൻ സഭായോഗം 3 യോഗമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പ് കഴുകുക. കാരണം പകലത് കഴുകിയിട്ടാൽ രാത്രിയിൽ കൺവെൻഷൻ ഉപയോഗിക്കാനില്ല. അപ്പൊ രാത്രി അന്ന് 10-10:30 മണി വരെയൊക്കെയാണ് പ്രസംഗം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് പാസ്റ്റർ പോലീസിന്റെ വീട്ടിൽ വന്ന് രാവിലെ പോകാനായിട്ട് എൻ്റെ തുണിയെല്ലാം കഴുകി ഫാനിന്റെ കീഴിൽ ഇട്ടിട്ട് അവരെനിക്ക് തന്ന യാത്ര പൈസ നോക്കി. സാറിന് ഞാൻ എണ്ണി നോക്കുന്നതല്ല, എണ്ണി നോക്കിയപ്പോൾ അത് 85 രൂപ. 85 രൂപ എന്ന് പറയുന്നത് അന്ന് വലിയ തുകയാണ്. അന്നൊരു കൺവെൻഷൻ പ്രാസംഗികന് ലഭിക്കാവുന്ന വലിയൊരു തുകയാണ് 85 രൂപ എന്ന് പറയുന്നത്.
പക്ഷെ അന്ന് ഡൽഹിക്ക് റിസർവേഷൻ ഇല്ലാതെ 95 രൂപ കൊടുക്കണം കേരളത്തിൽ, തിരുവനന്തപുരത്ത്. പക്ഷെ ഞാൻ പോകാൻ തീരുമാനിച്ചു. രാവിലെ തുണിയെല്ലാം റെഡിയായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആലപ്പുഴ ജോർജ് കുട്ടി പാഷ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മെക്സിക്കോയുടെ അപ്പോസ്തലനായിട്ടാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. ക്യൂബയിലും ലെനിൻഗ്രാഡിലും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളറിയാത്ത ഒത്തിരി ദൈവത്തിന്റെ ദാസന്മാരുണ്ട് കേട്ടോ. ആചാര്യ ഉപദേശിയൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അന്യഭാഷ കിട്ടിയത് മെക്സിക്കൻ ലാംഗ്വേജാണ് കിട്ടിയത്. ഷിക്കാഗോയിലെ ഒരു ആറനായിരുന്നു അവര്. 2 പ്രാവശ്യം മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ. ആ പൈസയുമായിട്ട് ഭർത്താവുമായിട്ട് മെക്സിക്കോയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ വന്നു. പാസ്റ്റർ പൗലോസിനെ നിങ്ങൾക്കറിയാം, അദ്ദേഹം കുവൈറ്റിൽ വെച്ച് തന്റെ രക്തം കൊടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രൊജക്ടർ വാങ്ങി. ഞങ്ങൾ ആ പ്രൊജക്ടറുമായിട്ട് ഈ കൊല്ലം മുതൽ കന്യാകുമാരി മുതൽ തമിഴ്നാടിന്റെ കടൽത്തീരങ്ങളിലൂടെ യാത്ര ചെയ്ത് രാമേശ്വരത്തിന്റെ ധനുഷ്കോടി വരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ ദാസന്മാര് വന്നു. എന്നോട് ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്റർ ചോദിച്ചു, എന്നെ യഥാർത്ഥം പോളെന്നൊക്കെ വിളിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ. എന്നോട് ചോദിച്ചു, നിനക്കിപ്പോഴ് ഹരിയാനയ്ക്ക് പോകണമെന്ന്. ഞാൻ പറഞ്ഞു, വെച്ചാൽ എനിക്ക് പോകണം. ഇറങ്ങിക്കോളാം. അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പോകാനില്ലെന്ന് എനിക്കറിയാം. എത്ര പൈസയേ ഉള്ളൂ. ഞാൻ എറണാകുളത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് കെ എക്സ്പ്രസ് ഉണ്ടാകുന്നു. പക്ഷെ അതൊരു ബോഗി എങ്ങാണ്ടില്ല. അത് എവിടെ കൊണ്ട് തിരിയുവാണ്. അതേ കയറി എറണാകുളത്തേക്കാണ് ടിക്കറ്റ്, പോകുന്ന ഹരിയാനയ്ക്കാണ്. പക്ഷേ ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്റർ 100 രൂപ നോട്ട് എടുത്തതിന്റെ പോക്കറ്റിലിട്ടു. അപ്പൊ ആ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പൈസയായി ബൈക്ക് ഉപയോഗിക്കാം അല്ലേ. ഇപ്പൊ മദ്രാസ് വഴി പോകാം, മദ്രാസ് വഴി ഡൽഹിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മദ്രാസിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ പഴയ കാശ് ഉണ്ടല്ലോ, പഴയ 100 മാസം കിട്ടിയെന്ന് ഒരു പാൻറ്റും കൂടെയൊക്കെ മേടിച്ച് ഡൽഹി പോകുകയല്ലേ. ഡൽഹി പോകുന്നത് ഒരു പാൻറ്റിന് കാശ് വെക്കണം. ഒരു പാൻറ്റും ഒക്കെ മേടിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ, പക്ഷെ നമുക്ക് ഭാഷ അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ മലയാളം അറിയാവുന്ന ഏതെങ്കിലും ആൾക്കാരെ വേണം. കൽക്കരി ട്രെയിനാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിലെ ഓർഡിനറി കമ്പാർട്ട്മെൻ്റല്ലേ. അപ്പോഴവിടെ ഡൽഹി ഗ്രീൻ പാർക്കിൽ ഒരു തമിഴ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചില മലയാളി ഉൾപ്പെടെയുള്ള ചില സഹോദരന്മാരെ പരിചയപ്പെട്ടവിടെ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കെ പോൾ പിള്ളയെക്കുറിച്ചും ഗ്രേസ് കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എവിടെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അവരുടെ കൂടെ അങ്ങനെ ഞങ്ങൾ നിസാമുദ്ദീനിൽ വന്നിറങ്ങി. നിസാമുദ്ദീനിൽ അവിടം വരെ ഉള്ളൂ ആ ട്രെയിന്. അപ്പോഴത്തേക്ക് ശരീരം മുഴുവൻ ഈ കൽക്കരി കൊണ്ടങ്ങ് നിറഞ്ഞു, ഫ്രണ്ടിലല്ലേ. അപ്പോൾ 4 മണിയായപ്പോൾ ഇറങ്ങി ഞാൻ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് ഭാഷ അറിയത്തില്ല, വഴി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇവരെ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുമെന്നുള്ള ചിന്തയിലാണ്. പക്ഷേ അവർ നല്ല പാർട്ടികളായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറൊരാളും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവിടെയുള്ള ലോക്കൽ ഒരു സ്ത്രീയാണ്. പുതിയതായിട്ട് അവർക്ക് കിട്ടിയതാണ്. അങ്ങനെ എല്ലായിടത്തും കിട്ടുമല്ലോ. കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇയാളും കൂടെ പോരി ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഡൽഹിയിൽ നിന്ന് ഓടിയത്. പക്ഷെ അതിലൊരു സഹോദരൻ എൻ്റെ പെട്ടി പോലും ഇട്ടിട്ട് ഞാൻ ഓടി. അതിലൊരു സഹോദരൻ മനസ്സിൽ തോന്നിയിട്ട് എന്നെ കൈ കാണിച്ച് വിളിച്ച് പെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അയാൾ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഗ്രീൻ പാർക്കിൽ കൊണ്ടുപോയി വിട്ടു. പിന്നെ അവിടെ നിന്ന് ഞാൻ കാണുന്ന ഹിന്ദിക്കാരോടെല്ലാം മലയാളത്തിൽ വഴി ചോദിച്ചു. അവസാനം നമ്മൾ വഴിയിൽ എത്തിച്ചേർന്നു. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം. അന്ന് ഞാനും പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ
ഞാനിവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. നിങ്ങളുടെ യൗവനം വളരെ വിലയേറിയതാണ്. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത്. മോശ പാപത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഭോഗങ്ങളെ വിട്ടു. എന്നിട്ട് അടുത്തത് മിസ്രൈമിലെ നിക്ഷേപങ്ങൾ. ഞാൻ കെയ്റോയില് ഈജിപ്തിൻ്റെ നിക്ഷേപം കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ബ്രിട്ടീഷുകാരെല്ലാം കൊള്ളയടിച്ചതിൻ്റെ ബാക്കിയാണ്. ഞാൻ കണ്ടതെല്ലാം കിൻഡൽ കണക്കിന് സ്വർണങ്ങളാണ്. ശവപ്പെട്ടികൾ, സ്വർണം കൊണ്ടുള്ള ശവപ്പെട്ടികൾ, തനി തങ്കം കൊണ്ടുള്ള ശവപ്പെട്ടികൾ. ബ്രിട്ടീഷുകാരൻ കൊള്ളയടിച്ചിട്ടും കോടാനുകോടി രൂപയുടെ നിക്ഷേപങ്ങൾ. മോശ കണ്ട ആ നിക്ഷേപം കെയ്റോയിൽ ഞാൻ കണ്ടു. അതിനെയെല്ലാം പുള്ളി ചപ്പം നിണ്ണിയിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഞങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ പിരമിഡിനകത്ത് നമുക്ക് കയറാം. അതിനകത്ത് കിങ്സ് ചേംബറും ക്യൂൻസ് ചേംബറും ഉണ്ട്. രാജാവിനെയും രാജ്ഞിയും അടക്കിയതാണ്. അപ്പം ഞങ്ങൾ ആ പിരമിഡിനകത്ത് ഇങ്ങനെ കുനിഞ്ഞ് ആ രാജാവിനെ, ഫറവോനെ അടക്കിയ അവിടെ ഫറവോനും ഇല്ല, അയാളുടെ വെട്ടിയില്ല, അതെല്ലാം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ അടക്കിയ സ്ഥലം അതൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്തോ ഉറച്ചു പറഞ്ഞപ്പോൾ ഗൈഡ് പറഞ്ഞു, ഇറ്റ് ഈസ് കിങ്സ് ചേംബർ. ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചു. ഒരു കിങ്ങുമില്ല. മോശയുടെ കിങ് ഇന്നും ജീവിക്കുന്നു. മോശ ഇന്നും ജീവിക്കുന്നു. മോശ എത്ര ബുദ്ധിമാനാണ്! ഈ നിക്ഷേപങ്ങളെല്ലാം കൂട്ടിവെച്ച ഫറവോന്മാർ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോൾ മോശയെ നമ്മൾ മറുരൂപമലയിൽ നമ്മുടെ കർത്താവിനോട് സംസാരിക്കുന്നവനായി കാണുന്നു. അക്കാരം അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയവൻ ഭോഷനായിരുന്നില്ല. ചെറുപ്പക്കാരെ, ഭോഷനായിരുന്നില്ല. ഹല്ലേലൂയ. ഫറവോന്മാർ പലതും എഴുതിയിട്ടുണ്ടാവും, അവർ പലതും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ മോശയുടെ ന്യായപ്രമാണം, അദ്ദേഹം എഴുതിയതായിട്ടുള്ള ആ 5 പുസ്തകങ്ങൾ സമസ്ത മേഖലകളിലും ഇന്നും സ്വാധീനം വരുത്തുന്നില്ലേ? ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതെന്നും നിലനിൽക്കുകയല്ലേ? അപ്പം മോശ തന്റെ യൗവനം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലോ? അടുത്തത് ദൈവത്തിൻ്റെ അഭിഷിക്തൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാമാണ്. തൻ്റെ ധൈര്യം. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ, കൊച്ചുമകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു എന്ന് പറഞ്ഞാൽ അയാളാണ് അടുത്ത രാജാവാകേണ്ടത്. നമ്മൾ ഈ ഒരാളെ കൊന്നിട്ട് മോശ ഓടിപ്പോയി എന്നൊക്കെയല്ലേ നമ്മൾ ഒത്തിരി ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും വാസ്തവത്തിൽ സംഭവിക്കുന്ന ഇങ്ങനെയാണ്. ഈ ഫറവോന് ഈ കൊച്ചുമോനോടാണ് ഇഷ്ടം. അവനാണ് രാജാവാകേണ്ടത്, രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഫറവോനൊരു മോനുണ്ട്, റാംസീസ്. അയാളെ ഫറവോനാക്കണമെന്നാണ് രാജ്ഞി ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു യുദ്ധം കൊട്ടാരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. റാംസീസിന്റെ നേതൃത്വത്തിൽ ഇവനിലൊരു കുറ്റം കണ്ടെത്താൻ നോക്കി. അതിലൊരു കുറ്റം കണ്ടെത്തി ഒരാളെ കൊന്നു. അതിനേക്കാൾ വലിയ കുറ്റം, ഇവനൊരു ജൂതനാണെന്ന് അവർ കണ്ടുപിടിച്ചു. ഇവൻ വാസ്തവത്തിൽ ഫറവോന്റെ കൊച്ചുമോനല്ല എന്ന് കണ്ടുപിടിച്ചു. അത് കോടതിയിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ചോദിക്കുകയാണ്. ഫറവോൻ ചോദിക്കുന്നുണ്ട്. അന്നേരം മോശ അത് ഡിനൈ ചെയ്താൽ അത് ഡിനയലാണ്. താൻ പിന്നെ ഫറവോനാണ്. പക്ഷെ മോശ ഒരു ഫറവോനാകുന്നതിനേക്കാൾ ഭയപ്പെടാതെ താൻ തുറന്നു പറഞ്ഞു, അതെ, ഞാനൊരു ജൂതനാണ്. ഹല്ലേലൂയ.
നിങ്ങൾ എവിടെയും ഒരു ദൈവപൈതലാണെന്ന് പറയുവാൻ മടിക്കരുത്. സ്വത്തം ചെയ്താട്ടെ. എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറയണം, ഞാനൊരു ദൈവപൈതലാണ്, ഞാനൊരു വാഗ്ദത്ത സന്തതിയാണ്, എനിക്കൊരു നിയോഗമുണ്ട്, ആ നിയോഗം ഞാൻ തള്ളിക്കളയുകയില്ല. ആ മോശ നിത്യതയിലും മോശയുടെ പാട്ടാണ് സിയോൻ കുന്നിൽ നമ്മൾ കേൾക്കുന്നില്ലേ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലില്ലേ മോശയുടെ പാട്ടും. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് വലിയ ഭാവിയുണ്ട്. മാതാപിതാക്കളെ, നിങ്ങൾക്ക് വലിയൊരു ഭാവിയുണ്ട്. അതിനെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായമാണ് വേണ്ടത്. ആത്മാവിനെ ഒന്ന് അനുസരിച്ച് നടക്കാൻ. ഇനി ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ കുറവുകളെല്ലാം ദൈവത്തോടൊന്ന് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ തീരുമാനമെടുത്ത് പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിലേക്ക് ഇനി ഞാനില്ല, ലോകത്തിൻ്റെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയും ഞാനില്ല, ഇത് മുഖാന്തരം എന്ത് നിന്ദകൾ സംഭവിച്ചാലും എനിക്ക് കർത്താവ് മതി, എനിക്ക് കർത്താവ് മതി, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനം നിങ്ങളെടുത്തോ? പ്രാർത്ഥിച്ചാട്ടെ, 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 പ്രാർത്ഥിച്ചാട്ടെ. ആ തീരുമാനം സ്വർഗം അംഗീകരിക്കും. നിനക്കൊരു ഭാവിയുണ്ട് ദൈവപൈതലേ, നിനക്കൊരു ഭാവിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് എന്തുമായിക്കൊള്ളട്ടെ, അവയെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം വേണ്ട, എനിക്ക് മിസ്രൈമിലെ നിക്ഷേപങ്ങൾ വേണ്ട, എനിക്ക് സ്ഥാനങ്ങൾ വേണ്ട, അതെല്ലാം മരണത്തോടുകൂടി മാറ്റപ്പെടും. എന്നാൽ നിലനിൽക്കുന്നത് എനിക്ക് വേണം, ആ ക്രിസ്തുവിൻ്റെ നിന്ന എനിക്ക് വേണം, എനിക്ക് ദൈവം വേണം, എനിക്ക് ദൈവത്തിൻ്റെ വഴി വേണം, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം വേണം. ഒന്ന് തീരുമാനമെടുത്താട്ടെ. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തെങ്കിൽ നിങ്ങളെ ആ വഴിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും, കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ കർത്താവേ, ഈ യുവാക്കന്മാരെ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ഈ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് വലിയ ഭാവിയുണ്ടല്ലോ കർത്താവേ. അവർ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകേണ്ടതാണ്, അവർ സഭയ്ക്ക് അനുഗ്രഹമാകേണ്ടതാണ്, അവർ രാജ്യത്തിന് അനുഗ്രഹമാകേണ്ടതാണ്, അവർക്ക് തന്നെ അനുഗ്രഹമാകേണ്ടതാണ്, അവർ ഉയരേണ്ടതാണ്, അവർ നിത്യമായി ജീവിക്കേണ്ടവരാണ്. അവർ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തിൽ കുടുങ്ങിപ്പോയി തകർന്നു പോകാതിരിപ്പാൻ, ജഡത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരിപ്പാൻ, അവർ ദൈവാത്മാവിൽ നടക്കേണ്ടതിന് ഒരു കൃപ ഇന്നവരിൽ പകരണം. ഇന്നവരെ അഭിഷേകത്തിൽ നിറയ്ക്കണം. അതിനുള്ള ബലം അവരിൽ പകരണം, അതിനുള്ള കൃപ അവരിൽ പകരണം. ഇന്നു മുതൽ ദൈവാത്മാവ് അവരെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കാം. എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്.